Hello everyone, welcome back to XYLEM Learning. അക്ഷയ് സാറാണ്. സോ മക്കളെ, 9th CBSE നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ടിഷ്യൂസ് എന്ന നമ്മുടെ ചാപ്റ്ററിന്റെ റിവിഷൻ, വൺ ഷോട്ട് റിവിഷൻ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മക്കളെ, ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം ഉറപ്പ് വരുത്തട്ടെ. സാറ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായി കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, സാറിനെ നിങ്ങൾക്ക് കൃത്യമായി കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, സാറിന്റെ പിറകുവശത്തായിട്ട് ചാപ്റ്റർ 2 ഓഫ് ബയോളജി ടിഷ്യൂസ് എന്നത് എഴുതിയത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്റെ മക്കൾ എന്ത് ചെയ്യണം? ഫയർ ഇമോജിക്ക് പകരം ശക്തിമാൻ ഇമോജി ഇടുക മക്കളെ. ശക്തിമാൻ ഇമോജി ഇട്ടുകൊണ്ട് സെറ്റ് ആക്കുക. എല്ലാം വ്യക്തമായി, എല്ലാം സെറ്റാണ് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി ശക്തിമാൻ ഇമോജി ഇടുക മക്കളെ. നമ്മുടെ സ്വന്തം ശക്തിമാൻ ഇമോജി ഇട്ട് സെറ്റാക്കുക മക്കളെ. അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയട്ടെ. അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയട്ടെ. എന്താണ് ഇതെല്ലാം? നമ്മുടെ XYLEM 9th CBSE പവർ എന്താ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, സാറിന് അറിയാം, നിങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ മാക്സിമം സുഹൃത്തുക്കളെ എന്ത് ചെയ്യുക? ലൈവിൽ എത്തിക്കുക. മാക്സിമം സുഹൃത്തുക്കളെ ലൈവിൽ എത്തിക്കുക. യെസ്, ശക്തിമാൻ ഇമോജി സെറ്റ് ആക്കുന്നുണ്ട്. ഹായ്, ഗുഡ് ഈവനിങ്. ഒരുപാട് പേരുണ്ട്. കിഡ്സ്, കിഡു, വിസ്മയ, നജി, അക്ഷിത, ഓൾഫി, തേജ്വൽ, എല്ലാവർക്കും ഹായ്, എല്ലാവർക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാ സുഹൃത്തുക്കളെയും കൊണ്ടുവരിക. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് ടിഷ്യൂസ് എന്ന് പറയുന്നത്, നമ്മുടെ ഈ സ്വന്തം ചാപ്റ്റർ. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ നമ്മൾ നല്ല അടിപൊളിയായിട്ട്, സാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മജയായിട്ട് എന്ത് ചെയ്യാണ്? പഠിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? നിങ്ങൾ സുഹൃത്തുക്കളെ കൊണ്ടുവരിക. മാക്സിമം സുഹൃത്തുക്കളെ എത്തിക്കടാ. അവരും പഠിക്കട്ടെടാ, പഠിച്ചുയരട്ടെ. നിങ്ങളുടെ കൂടെ അവരും പഠിക്കണം. അതാണടാ വേണ്ടത്. ആ ഒരു ചിന്തയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഒരിക്കലും സ്വാർത്ഥരാവാൻ പാടില്ല. അല്ല കുട്ടികളെ, നമ്മൾ മറ്റുള്ളവരെയും കൂടി എന്ത് ചെയ്യണം? പരിഗണിക്കണം. മറ്റുള്ളവർക്ക് നല്ലത് വരുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ആഘോഷിക്കണം. അപ്പൊ മറ്റുള്ളവരുടെ ഉയർച്ചയും നമ്മൾ ആഗ്രഹിക്കണം. എങ്ങനെയുള്ള കുട്ടികൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരുടെ ഉയർച്ചയും നമ്മൾ ആഗ്രഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനെയെല്ലാം വരുന്ന സമയത്ത് സാറിന്റെ ക്ലാസ്സിൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്ത് കൊടുക്കണം. പറഞ്ഞു വന്ന കാര്യം അതാണ്. ഓക്കെ, റെഡി. അപ്പൊ ടിഷ്യൂസ് എന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാം സെറ്റാണ്, റെഡിയാണ്, ഉഷാറാണ്. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക? സാറിന് ഒരു പ്രോത്സാഹനം എന്ന രീതിയിൽ സാറിനെ ഒന്ന് എക്സൈറ്റ് ചെയ്യിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ബട്ടൺ ഞെക്കി പൊട്ടിക്കുന്നു വേണ്ട, അമർത്തുക. ലൈക്ക് ബട്ടൺ അമർത്തി സെറ്റ് ചെയ്യുക. അപ്പൊ ലൈക്കുകൾ ഇങ്ങനെ കൂടുതൽ കാണുമ്പോൾ സാർ ഇങ്ങനെ എക്സൈറ്റഡ് ആവും അല്ലേ? നിങ്ങൾ പഠിക്കുന്നില്ലേ? ഇലക്ട്രോൺ എന്താ എനർജി കൊടുക്കുമ്പോൾ ഇലക്ട്രോൺ തിരിച്ചു പോകുന്നതെല്ലാം പഠിക്കുന്നില്ലേ? അതുപോലെ സാർ എന്ത് ചെയ്യും? എക്സൈറ്റഡ് ആവും. യെസ്, തുടങ്ങാല്ലേ? നമുക്ക് തുടങ്ങാം. യെസ്, എല്ലാവരും സെറ്റാണ്. ഓക്കെ, റെഡി. അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ഒരുപാട് പേര് ഈ ചാറ്റ് ബോക്സിൽ കടന്നിട്ട് എന്ത് ചെയ്യുന്നത്? ചാറ്റുന്നുണ്ട്. ചാറ്റ് ബോക്സ് ചാറ്റാണല്ലേ എന്ന് വിചാരിക്കുന്നുണ്ടാവും. അങ്ങനല്ല, നിങ്ങൾ എന്ത് ചെയ്യുക? പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ, പറയുന്ന മനസ്സിലാവുന്നുണ്ടാ? പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചാറ്റ് ബോക്സിൽ ചർച്ച ചെയ്യാം. ഇനി നമുക്ക് തുടങ്ങാം. ഓക്കെ, റെഡി, സെറ്റല്ലേ? റെഡി. അപ്പോൾ മക്കളെ, ടിഷ്യൂസ് എന്ന നമ്മുടെ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം തന്നെ സെല്ലുലാർ ഓർഗനൈസേഷൻ പഠിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. സോ നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെയും, എല്ലാ ലിവിങ് ഓർഗാനിസത്തിന്റെയും ബേസിക് യൂണിറ്റ് അല്ലെ? ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെല്ലല്ലേ? എല്ലാ ഓർഗാനിസംസിന്റെയും ബേസിക് യൂണിറ്റ്, അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് സെല്ലാണ്. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ സെല്ലുകള് ഒരേ ഫങ്ഷനും ഒരേ ഒറിജിനും, അത് ഒറിജിനും ഒന്നാവണം, ഫങ്ഷൻസും ഒന്നാവണം. അങ്ങനെയുള്ള സെല്ലുകൾ എന്ത് ചെയ്യും? അവര് ഒരുമിച്ച് നിൽക്കും. ഓക്കെ, അപ്പോ സെയിം ഫങ്ഷൻ, സെയിം ഒറിജിൻ, ഇങ്ങനെയുള്ള സെല്ലുകൾ ഒരുമിച്ച് നിൽക്കും. ആൻഡ് ദേ പെർഫോം ദാറ്റ് പർട്ടിക്കുലർ ഫങ്ഷൻ. അങ്ങനെ ആ ഗ്രൂപ്പ് ഓഫ് സെല്ലുകളെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ടിഷ്യൂസ് എന്ന് വിളിച്ചത് അല്ലെ? ടിഷ്യൂസ്. അപ്പൊ സെല്ലുകളുടെ കൂട്ടമാണ് ടിഷ്യൂസ്. അവിടെ തന്നെ കണ്ടീഷൻ എന്താണ്? സെയിം ഫങ്ഷനും സെയിം ഒറിജിനും ആവണം. സെൽസ് വിത്ത് ഇത്രയും വലുതാണ്, ചെറുതാക്കാം. സെൽസ് വിത്ത് സെയിം ഫങ്ഷൻ ആൻഡ് ഒറിജിൻ. ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പൊ എന്തായി മാറി? ടിഷ്യൂസ് ആയി മാറി. ഓക്കെ, റെഡി. അങ്ങനെ ടിഷ്യൂസ്
join together to form different variety of tissues join together to form organ. What? Organ form ചെയ്യും. Clear? Example, this is a nerve cell. Okay, nerve cell, neuron. Okay, ready? Neuron എന്ന് പറയുമ്പോൾ you know it is meant for conduction of impulse, conduction of message throughout your body. ആൻഡ് ഈ സെല്ലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ന്യൂറൽ ടിഷ്യൂ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്ത് ടിഷ്യൂ? ന്യൂറൽ ടിഷ്യൂ. ആൻഡ് ഒരുപാട് ന്യൂറൽ ടിഷ്യൂസ് കൂടി ഇവിടെ ഒരു ഓർഗൻ ബ്രെയിൻ, യു നോ ഇറ്റ്സ് ബ്രെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓർഗൻസ് കമ്പൈൻ ടു ഫോം ഓർഗൻ സിസ്റ്റം. ഹിയർ ബ്രെയിൻ, സ്പൈനൽ കോഡ്, they combine to form nervous system. That is organ system. You can see nervous system. And different organ systems combine to form what? ഒരുപാട് organ systems combine ചെയ്ത് here organism. ഇതെന്താണ്? നിഷൂപ്പറാഡ അല്ലെ? Who is this? പീറ്റർ ഗ്രിഫിൻ ആണ് അല്ലെ? റെഡി? ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അവർ ഇത് ഓർത്ത് വെക്കുക. ഓക്കെ, റെഡി? ഓക്കെ, ദെൻ നമ്മുടെ ചാപ്റ്റർ ടിഷ്യൂ ആണ്. സോ ടിഷ്യൂസിലേക്ക് കടക്കുന്നതിന് മുന്നേ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗാനിസം അറൗണ്ട് us നമുക്കറിയാം അല്ലെ? യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം പീറ്റർ ഗ്രിഫിൻ എന്നുള്ള പറയുന്നുണ്ട്. യെസ് അത് തന്നെയാണ് അല്ലെ? ഒരു ഹ്യൂമൻ ബീയിങ്. അപ്പൊ ഇത് എന്താണ്? ഒരു ഓർഗാനിസമാ. ഓക്കെ, റെഡി? അപ്പൊ ഇവിടെ നോക്കുക, യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്താണ്? ഏതൊരു കൊച്ചു കുഞ്ഞിനോട് ചോദിച്ചാൽ പറയും. യൂണി എന്ന് പറഞ്ഞാല് എന്താ? യൂണി എന്ന് പറഞ്ഞാൽ ഒന്ന് അല്ലെ? യൂണി എന്ന് പറഞ്ഞാല് ഒന്ന് എന്നാണ് അർത്ഥം, വണ്ണ്. അപ്പൊ ഒരു സെല്ല് മാത്രമുള്ള ഓർഗാനിസത്തെ യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് വിളിക്കാം. ഒരു സെല്ല് മാത്രമേ ഉള്ളൂ. ഇനി ഒന്നിലധികം സെല്ല് ഉണ്ടെങ്കിൽ മൾട്ടി. എന്താണ്? മൾട്ടി, മെനി എന്ന് പറയാം. മൾട്ടി മെനി ആണ്, ഒരുപാട് എണ്ണം ഉണ്ടാവണം. അപ്പൊ ഒരുപാട് സെല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നവരെ മൾട്ടി സെല്ലുലാർ എന്നോ, യൂണി എന്ന് പറയുമ്പോൾ ഒന്നാ. അപ്പൊ യൂണിസെല്ലുലാർ എന്ന് പറയുമ്പോൾ ഒരു സെല്ല് മാത്രം. അമീബ, ബാക്ടീരിയം, അതുപോലെ തന്നെ നമ്മുടെ പരമീഷ്യം, ഈസ്റ്റ്, ഇതൊക്കെ എന്താണ്? യൂണിസെല്ലുലാർ. പ്ലാന്റ്സ്, ആനിമൽസ് ഒക്കെ എന്താ? മൾട്ടി സെല്ലുലാർ. സോ ഇതിവിടെ നമുക്കൊരു നായിനെ കാണിച്ചിട്ടുണ്ട്, ഡോഗ്, മൾട്ടി സെല്ലുലാർ. അത്രേ ഉള്ളൂ. ഇത് നിസ്സാര, ഇതെല്ലാവർക്കും അറിയും. ഇതൊന്നല്ല കഥ, ഇതെല്ലാം എളുപ്പമാണ്. മൂവിങ് ഫോർവേഡ്, നമ്മുടെ ചാപ്റ്റർ ടിഷ്യൂ ആണ്. സോ എന്താണ് ടിഷ്യൂ? ഐ ടോൾഡ് യു, ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ്, സെല്ലുകളുടെ കൂട്ടമാണ്. ദാറ്റ് ആർ ഹാവിംഗ് സിമിലർ സ്ട്രക്ചർ. ഒരേ സ്ട്രക്ചർ, ഘടന ഉണ്ടാവണം. മനസ്സിലാവുന്നുണ്ടോടാ? ഒരേ സ്ട്രക്ചർ മാത്രം മതിയോ? ഒരേ ഫങ്ഷൻ ഉണ്ടാവണം. അവർ ചെയ്യുന്ന ഫങ്ഷൻ ഒന്നാവണം. ആൻഡ് ഹാവ് എ കോമൺ ഒറിജിൻ, സിമിലർ സ്ട്രക്ചർ, സിമിലർ ഫങ്ഷൻ ആൻഡ് കോമൺ ഒറിജിൻ. ഇങ്ങനെയുള്ള സെല്ലുകള് they will form a group, and that particular group of cells are called as tissue. Set. Ready? In plants and animals, these group of cells perform different functions. So നമ്മുടെ പ്ലാന്റ്സിന്റെ കേസിലും ആനിമൽസിന്റെ കേസിലും സെല്ലുകൾ ഒരുപോലെയാണോ? അല്ല. ടിഷ്യൂസ് ഒരുപോലെ ആയിരിക്കോ? അല്ല, വ്യത്യാസമുണ്ട്, ഡിഫറൻസ് ഉണ്ട്. ഉദാഹരണം, ഫോർ എക്സാമ്പിൾ, ഇൻ ആനിമൽസിലെ മസിൽ സെൽസ് കോൺട്രാക്ട് ആൻഡ് റിലാക്സ് ടു കോസ് മൂവ്മെന്റ്. സോ ആനിമൽ മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം മസിൽ ഗ്രൂപ്പ് ഹെൽപ്പ് ഇൻ മൂവ്മെന്റ്. കറക്റ്റ്? മസിൽസ് ആണ് മൂവ്മെന്റ് സഹായിക്കുക. Each and every movement in your body is done by muscle. So മസിലിന്റെ കോൺട്രാക്ഷനും റിലാക്സേഷനുമാണ് മൂവ്മെന്റിന് കാരണം. ബട്ട് ഇഫ് യു കൺസിഡർ പ്ലാന്റ്, അവിടെ ഉദാഹരണമായി പറയുന്നത് വാസ്കുലാർ ടിഷ്യൂ ആണ്. വാസ്കുലാർ ടിഷ്യൂ എന്താ വാസ്കുലാർ ടിഷ്യൂ? അറിയാത്തവരുണ്ടെങ്കിൽ പഠിക്കണം. ഇറ്റ് ഈസ് നമ്മുടെ സ്വന്തം സൈലം ആൻഡ് ഫ്ലോയം. അതാണ് വാസ്കുലാർ ടിഷ്യൂ. ഓക്കെ,
വാസ്കുലർ ടിഷ്യൂയുടെ റോൾ എന്താ? കണ്ടക്ഷൻ ഓഫ് ഫുഡ് ആൻഡ് വാട്ടർ. അവിടെ ഫുഡ് കണ്ടക്ട് ചെയ്യുന്നത് ഫ്ലോയം, വാട്ടർ കണ്ടക്ട് ചെയ്യുന്നത് ആരാ? സൈലം. വാട്ടർ കണ്ടക്ട് ചെയ്യുന്നത് ആരാ? സൈലം. വാട്ടർ കണ്ടക്ട് ചെയ്യുന്നത് ആരാ? സൈലം. ഫുഡ് കണ്ടക്ട് ചെയ്യുന്നത് ഫ്ലോയം. മനസ്സിലാവുന്നുണ്ടോ? സോ ടിഷ്യൂസ് ഡിഫറന്റ് ആയിരിക്കും. മാത്രമല്ല ഇവരുടെ എനർജി റിക്വയർമെന്റും ഡിഫറന്റ്. പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും പരിശോധിക്കാം. എല്ലാവരും ശ്രദ്ധിച്ചോ. ആർ പ്ലാന്റ്സ് ആനിമൽസ് മെയ്ഡ് ഓഫ് സെയിം ടൈപ്പ് ഓഫ് ടിഷ്യൂ? കമന്റ് ചെയ്യൂ. പ്ലാന്റ്സിലും ആനിമൽസിലും സെയിം കൈൻഡ് ഓഫ് ടിഷ്യൂ ആണോ? സെയിം ടൈപ്പ് ഓഫ് ടിഷ്യൂ ആണോ? കമന്റ് ചെയ്തേ, നോക്കട്ടെ നോക്കട്ടെ. യെസ്, സൈലം പവർ അല്ലെ? തീയൊക്കെ ഇടുന്നുണ്ട്. യെസ്, റെഡി. അല്ല, മൊളോട്ടോ ബോയ് പറയുന്നു അല്ല, നജി പറയുന്നു അല്ല. വ്യത്യാസമുണ്ട് സാറേ, വ്യത്യാസമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. യെസ്, അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, വ്യത്യാസമുണ്ട്. കാരണം ഇതിന്റെ എനർജി റിക്വയർമെന്റ് തന്നെ ഡിഫറന്റ്. നമുക്കറിയാം പ്ലാന്റ്സ് ആർ ഫിക്സഡ്, കറക്റ്റ്? Plants are fixed, they are not moving, they are stationary. But animals do move, right? Animals move ചെയ്യും. They undergo locomotion. Okay? എന്തിനാ? In search of food, in search of shelter, in search of mate, animals move. But plants are not moving from its location. It is fixed, it is stationary, they don't move. Since they have to be upright, they are made of, ആ പ്ലാന്റ് ബോഡിയിൽ ഉള്ളത് മെജോറിറ്റി സെൽസും ഡെഡ് ആണ് ആൻഡ് സപ്പോർട്ടീവ്. ശ്രദ്ധിക്കണം, വെരി ഇമ്പോർട്ടന്റ്, വെരി ഇമ്പോർട്ടന്റ്. പ്ലാന്റ് നമുക്കറിയാം അപ്രൈറ്റ് നിൽക്കുന്ന സാധനമാണ്, നല്ല ബൾക്ക് ഉള്ള സാധനമാണ്. സോ ഇൻ ഓർഡർ ടു സ്റ്റാൻഡ് അപ്രൈറ്റ് ഇറ്റ് നീഡ്സ് സോ മനി സപ്പോർട്ടീവ് ടിഷ്യൂ. ആൻഡ് യു നോ ജനറലി സപ്പോർട്ടീവ് ടിഷ്യൂസ് ഡെഡ് ആയിരിക്കും. പ്ലാന്റിലെ സെല്ലുകളുടെ കേസിൽ മെജോറിറ്റി സെൽസും ഡെഡ് ആണ്. മനസ്സിലാക്കി വെക്കുക. ശ്രദ്ധിച്ചോ, ശ്രദ്ധിച്ചോ. അതുപോലെ തന്നെ പ്ലാന്റിന്റെ പ്രത്യേകത ഗ്രോത്ത്. പ്ലാന്റിന്റെ ഗ്രോത്ത് ചില ഭാഗങ്ങളിൽ കേന്ദ്രീകരിക്കുന്നതാ. ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു സെർട്ടൻ റീജിയൻസ്. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചത് തന്നെയാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. ആ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് കാണുന്ന ഭാഗങ്ങളിലാണ് ഗ്രോത്ത് ഉണ്ടാവുന്നത്. ആൻഡ് ലൈഫ് ടൈം ഗ്രോത്ത് ഉണ്ട് പ്ലാന്റിൽ. ഇനി ആനിമലിന്റെ കേസ് നമുക്ക് നോക്കിക്കേ. ആനിമൽസ് ഓൺ അതർ ഹാൻഡ് മൂവ് അറൌണ്ട് ഇൻ സെർച്ച് ഓഫ് ഫുഡ്, മേറ്റ് ആൻഡ് ഷെൽട്ടർ. ദേ കൺസ്യൂം മോർ എനർജി. അതാണ് ഇമ്പോർട്ടന്റ്. See, they are moving. Okay, so they need more energy. They are having more live cell in their body. അവരുടെ ബോഡിയിൽ ഒരുപാട് ലിവിംഗ് സെല്ല് ഉണ്ട്. So that means that energy requirement is more in case of animals. Animalന്റെ കേസിൽ they are consuming more energy than plants. This is very important. ശ്രദ്ധിച്ചോ. Most of the tissues they contain are living. Growth is limited in animals. Okay? See, animal in the growth up to a certain age only they can grow. After that, growth is not happening in their body. But repair everything will happen. See, നമുക്ക് വളർച്ചാ കാലഘട്ടം വരെ വളരാൻ പറ്റും. മനസ്സിലാക്കണം. അതിനുശേഷം വളർച്ചയുണ്ടോ? നോ. പിന്നീട് റിപ്പയറും കാര്യങ്ങളെല്ലാം നടക്കും. നമ്മുടെ സ്കിന്നിന് കയ്യിൽ ഒരു മുറിവ് പറ്റി കഴിഞ്ഞാൽ ഡെഡായ സെല്ല് മാറി പുതിയ സെല്ലൊക്കെ വരും. അതിൽ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. അത്രയേ ഉള്ളൂ. റെഡി? സെറ്റല്ലേ? സെറ്റാണെങ്കിൽ ഒന്ന് ശക്തിമാനിട്ടെ. സെറ്റാണെങ്കിലേ എന്തിടാ ശക്തിമാൻ. അപ്പുറത്തെ വീട്ടിലെ സുഗുണന്റെ മോളല്ലേന്ന്? സുഗുണന്റെ മോളൊക്കെ ഉണ്ടാ? എടാ വീട് ശ്രദ്ധിക്കുക. ലൈവിൽ കുറെ ആൾക്കാരെല്ലാം വരും. ക്ലാസ്സിൽ മാത്രം ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു തുടക്കത്തില് പറഞ്ഞു, എന്ത് ചെയ്യണം? ക്ലാസ് തന്നെ ശ്രദ്ധിക്കണം. യെസ്, ശ്രദ്ധിച്ചോ. നമുക്കിവിടെ പ്ലാന്റ് ടിഷ്യൂം ആനിമൽ ടിഷ്യൂം രണ്ടും പഠിക്കാനുണ്ട്. അതിൽ ആദ്യം പ്ലാന്റ് ടിഷ്യൂ ആണ്. പ്ലാന്റ് ടിഷ്യൂ ബ്രോഡ്ലി നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ രണ്ടുണ്ട്. ഒന്ന് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവും രണ്ടാമത്തെ കാറ്റഗറി പെർമനന്റ് ടിഷ്യൂമാണ്.
അത് ആദ്യം മനസ്സിലാക്കാം. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആൻഡ് പെർമനന്റ് ടിഷ്യൂ. ഇനി ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ തന്നെയാണ് ഒരു സമയമാകുമ്പോൾ എന്താവുന്നത്, പെർമനന്റ് ആവുന്നത്. അത് രണ്ടാമത്തെ പോയിന്റ്. മക്കളെ, പ്ലാന്റിൽ മെയിൻ ആയിട്ട് രണ്ട് ടിഷ്യൂ, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആൻഡ് പെർമനന്റ് ടിഷ്യൂ. അതില് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണ് എന്തായി മാറുന്നത്, പെർമനന്റ് ആയി മാറുന്നത്. ഓക്കെ, ഞാൻ പറയാം. പെർമനന്റ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, സിമ്പിൾ പെർമനന്റും കോംപ്ലക്സ് പെർമനന്റും. സിമ്പിൾ പെർമനന്റ് ആൻഡ് കോംപ്ലക്സ് പെർമനന്റ്. ഒരേ ടൈപ്പ് സെല്ലുകൾ കൊണ്ടുണ്ടായ ടിഷ്യൂ ആണെങ്കിൽ ഇറ്റ് ഈസ് സിമ്പിൾ പെർമനന്റ്. സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ ആർ പെർമനന്റ് ടിഷ്യൂ which is made of only one type of cell. One doubt ചോദിച്ചോളൂ മെൽവിൻ, ഒരേ ടൈപ്പ് സെല്ല് കൊണ്ടാണ് ഉണ്ടായതെങ്കിൽ സിമ്പിൾ പെർമനന്റ്. കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ ഡിഫറന്റ് കൈൻഡ് ഓഫ് സെല്ലുകൾ കൂടിച്ചേർന്നുണ്ടാവുന്നതിന് കോംപ്ലക്സ് പെർമനന്റ് എന്ന് പറയും. CPT, കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ. അതിൽ വരുന്നതാണ് xylem phloem. ഓക്കെ, ആൻഡ് സിമ്പിൾ പെർമനന്റ് ടിഷ്യൂവിൽ വരുന്നതാണ് പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. ഓക്കെ, പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. അത് കൂടാതെ പ്രൊട്ടക്റ്റീവ് ആയിട്ട് വേറെ എപ്പിഡെർമിസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, നമ്മൾ പഠിക്കും. ഓക്കെ, റെഡി? നമ്മി ഗ്രോത്ത് റെസ്ട്രിക്റ്റഡ് തന്നെയാണ്, എല്ലാ ആനിമൽസും ഗ്രോത്ത് റെസ്ട്രിക്റ്റഡ് ആണ്. സി, നമുക്ക് ഒരു 18-21 വയസ്സ് ആ ഒരു ഏജ് നമ്മൾ പറയുകയാണെങ്കിൽ ഗ്രോത്ത് ഫേസിൽ പറയാം. ആ ഫേസ് വരെയാണ് നമുക്ക് ഗ്രോത്ത് ഹോർമോണിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് നമുക്ക് വളർച്ച ഉണ്ടാവുന്നത്. ഓക്കെ, ആ ഒരു ഗ്രോത്ത് ഫേസിൽ നമുക്ക് വളർച്ചാ ഹോർമോണിന്റെ അളവ് കൂടുതലാവുമ്പോൾ ജൈജാന്റിസം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്, കുറവാകുമ്പോൾ ഡ്വാർഫിസം എന്ന അവസ്ഥ ഉണ്ടാവും. ചില ആളുകൾ അപൂർവമായിട്ട് ഈ ഗ്രോത്ത് ഫേസിന് ശേഷവും ഈ ഗ്രോത്ത് ഹോർമോണിന്റെ അളവ് കൂടും. അപ്പോഴാണ് അക്രോമഗാലി എന്നുള്ള ഒരു സിറ്റുവേഷൻ, റെയർ കേസ് ആണ്. ഓക്കെ, ശ്രദ്ധിക്കാം. അല്ലാത്ത രീതിയിൽ ഗ്രോത്ത് ലിമിറ്റഡ് തന്നെയാണ്. ഹെയർ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവും, മുടി മുറിക്കുമ്പോൾ മുടിയൊക്കെ വളരും, അങ്ങനെയുള്ളതല്ല. ഫിസിക്കൽ ബോഡിയുടെ ഗ്രോത്തിന്റെ കാര്യമാണ് സാറ് പറയുന്നത്. ഓക്കെ, റെഡി? അപ്പൊ ഇത് ക്ലിയർ അല്ലേ? പ്ലാന്റ് ടിഷ്യൂസിന്റെ ക്ലാസിഫിക്കേഷൻ ക്ലിയർ അല്ലേ? യെസ്. ശ്രദ്ധിച്ചോ, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എവിടെ കാണാം നമുക്കറിയാം, ഗ്രോയിങ് റീജിയൻസ് ഓഫ് പ്ലാന്റ്. എപ്പോഴും മക്കളെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയുന്നത് ഒരു ചെടിയുടെ വളർച്ച എവിടേക്ക് ഉണ്ടോ ആ വളർച്ചയ്ക്ക് കാരണമാകുന്ന ടിഷ്യൂ ആണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. അത്രേ പഠിക്കണ്ടു. അവിടെ മനസ്സിലാക്കണം, വളർച്ച എന്നല്ല സാറ് പറഞ്ഞത്. വളർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കിയടാ ഇങ്ങോട്ട് തന്നെ നോക്കണോടാ. വളർച്ച എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊരു പ്ലാന്റിന്റെ പാർട്ട്. സപ്പോസ് ഇതൊരു ഷൂട്ട് ടിപ്പാണെന്ന് വിചാരിക്കാം. അപ്പൊ ഇത് വളരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇതിങ്ങനെ ഇങ്ങനെ 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 ഇത്ര ഇലോങ്ങേറ്റ് ചെയ്തു. നോക്കിയേ, ഇങ്ങനെ. അപ്പൊ അങ്ങനെ ആയെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ എന്ന് വെച്ചാൽ ഇവിടെയുള്ള സെല്ലുകൾ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്ത് എന്തുണ്ടായി? അവിടെ ഗ്രോത്ത് ഉണ്ടായി. സെല്ല് ഡിവൈഡ് ചെയ്ത് ഗ്രോത്ത് ഉണ്ടായി. അപ്പോ മെരിസ്റ്റമാറ്റിക് റീജിയൻ അല്ലെങ്കിൽ ആ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനുള്ള സെല്ലുകൾക്ക് എന്തിനുള്ള കഴിവുണ്ടെന്നാ പറഞ്ഞത് കുട്ടികളെ? എന്തിനുള്ള കഴിവുണ്ടടാ? ഡിവൈഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആർ മെയ്ഡ് ഓഫ് സെൽസ് ദാറ്റ് ആർ കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓർത്തു വെച്ചോ. രണ്ടാമത്തെ പോയിന്റ് എന്താ? ഗ്രോയിങ് റീജിയൻസിൽ കാണുന്നു. അർച്ചന, കറക്റ്റ്. ഗ്രോയിങ് റീജിയൻസിൽ കാണുന്നു. അടുത്തത് എന്താ പറയുന്നത്? ഗ്രോത്ത് ഓഫ് ദ പ്ലാന്റ് ഒക്കർ ഓൺ സ്പെസിഫിക് റീജിയൻ. ചില പ്രത്യേക ഭാഗങ്ങളിൽ മാത്രം കാണും. റൂട്ടിന്റെ ടിപ്പിൽ, ഷൂട്ടിന്റെ ടിപ്പിൽ, പിന്നെ ഇന്നർ നോഡുകൾക്കിടയിൽ ചില റെസ്ട്രിക്റ്റഡ് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, ചില സ്പെസിഫിക് ഭാഗങ്ങളിലാണ് നമുക്ക് എന്തിനെ കാണാൻ പറ്റുന്നത്? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനെ കാണാൻ പറ്റുന്നത്. പിന്നെ എന്താ പറയുന്നത്? എന്താണ് പ്രത്യേകത? ദേ ആർ വെരി ആക്റ്റീവ്. മെരിസ്റ്റമാറ്റിക് സെല്ലുകൾ അല്ലെങ്കിൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിലെ സെല്ലുകൾ വെരി ആക്റ്റീവ്. ആക്റ്റീവ് ഇൻ ദ സെൻസ് ദേ ആർ ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ്. They have a dense cytoplasm, filled cytoplasm, a thin cell wall. Their cell wall is very thin. Okay, and you can see a prominent vacuole. And unlike other plant cell, this
Meristematic cell do not contain vacuole. Very important. They lack vacuole. They lack what? Vacuole. They have got a prominent nucleus, dense cytoplasm and thin cell wall, but unlike other plant cells, they are lacking what? They are lacking vacuole. See, vacuole is one of the most important cell organelle that is prominent in plant cell. But being a plant cell, this particular meristematic cell is not having what? Not having vacuole, because its function is not meant to store anything, but it has got a function of rapidly dividing and undergoing growth. That's the function. അതുകൊണ്ട് they don't need this kind of vacuole stuff. അതിന്റെ vacuole ആവശ്യം വരുന്നില്ല. റെഡി? മൂഡ് ഓഫ് പോലെ? മൂഡ് ഓഫ് ഒന്നുമില്ലടാ, തോന്നുന്നുണ്ടാ? ഒരു യാത്രയിലായിരുന്നു, യാത്ര കഴിഞ്ഞ് എത്തി, ഇന്നലെ എത്തിയതാ. വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, വേറെ കുഴപ്പമൊന്നുമില്ല. സെറ്റാണ്, പവറാണ്. ഓക്കെ, അശ്വിനി ചോദിച്ചതാണ്. അതെ, ഓക്കെ, റെഡി അല്ലേ? സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് മെരിസ്റ്റം അല്ലെങ്കിൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിന്റെ ടൈപ്പ് പഠിക്കണം. എപ്പിക്കൽ, ലാറ്ററൽ, ഇന്റർകാലറി. അപ്പിക്കൽ മെരിസ്റ്റം എവിടെ പറഞ്ഞോ? എവിടെ കാണാം? റൂട്ടിന്റെ ടിപ്പില്, ഷൂട്ടിന്റെ ടിപ്പില് കാണും സാറേ. ശരിയാണ്. എന്തിന് റെസ്പോൺസിബിൾ ആ? ഇലോങ്ങേഷൻ, നീളം വെക്കാൻ സഹായിക്കും. എപ്പിക്കൽ മെരിസ്റ്റം is present at the growing tip of stem root and increases the length of the stem and the root. അറിയാം. ലാറ്ററൽ മെരിസ്റ്റം, ലാറ്ററൽ എന്ന് പറഞ്ഞാൽ സൈഡാടാ കുട്ടികളെ, സൈഡിൽ കാണുന്ന മെരിസ്റ്റമാണടാ. പ്ലാന്റ്സിന്റെ സ്റ്റെമ്മിന്റെ ഗിർത്ത്, വീഴ്ത്ത്, തടി കൂടുന്നതിന് സഹായിക്കുന്നത് ലാറ്ററൽ മെരിസ്റ്റമാണ്. ശ്രദ്ധിക്കണം, ലാറ്ററൽ മെരിസ്റ്റം. ഓക്കെ, പിന്നുള്ളത് ഇന്റർകാലറി മെരിസ്റ്റമാണ്. ഇന്റർകാലറി മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ നോഡുകളുടെ ഇടയിൽ. ശ്രദ്ധിച്ചോ, നോഡ് എന്താ നോഡ്? ഇതൊരു ചെടിയാണെങ്കിൽ ഇതൊരു ഇലയാണ്. ശ്രദ്ധിച്ചോ, this is leaf 1 and you can see another leaf here. This is leaf 2 and നമുക്കറിയാം ലീഫ് സ്റ്റെമ്മിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന പോയിന്റ്. ഓക്കെ, see in this particular figure, this is the point where leaf is originating from the stem. സ്റ്റെമ്മിൽ നിന്ന് ലീഫ് ഒറിജിനേറ്റ് ചെയ്യാണ്. and this point is called node. This is called what? Node. and you can see another leaf below and it also attached to the stem at this particular point, and this point is yet another node. അത് മറ്റൊരു നോഡാണ്. and the space between these two node, ഈ രണ്ട് നോഡുകൾക്കിടയിലുള്ള സ്പേസ് ഉണ്ടോ? കണ്ടു മക്കളെ? that region is called internode. ആ റീജിയനിൽ കാണാം, നോഡൽ ഇന്റർനോഡൽ റീജിയനിൽ കാണുന്ന മെരിസ്റ്റം, that is intercalary meristem, that also is responsible for increasing the length. മെന്റിവാറിന്റെ കാര്യങ്ങളൊക്കെ ലോഞ്ചിൽ ഡിസ്കസ് ചെയ്യൂടാ. മെന്റിവാർ ഒക്കെ ഉണ്ടാവട്ടോ, അടിച്ചു പൊളിച്ച് പഠിക്കേണ്ട നമ്മളെ രസകരമായിട്ടുള്ള സെഷനാണ് മെന്റിവാർ. മെന്റിവാർ ഒക്കെ തീർച്ചയായിട്ടും കണ്ടക്ട് ചെയ്യും കേട്ടോ. ഓക്കെ, റെഡി? ഇതൊന്ന് പഠിച്ചു നോക്കണം കേട്ടോ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെരിസ്റ്റം. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, നോട്ട് ഓൺലി ഫോർ ദിസ് പർട്ടിക്കുലർ എക്സാം ബട്ട് ഓൾസോ ഫോർ യുവർ ഫ്യൂച്ചർ. ഓക്കെ, ഇത് നമ്മൾ വീണ്ടും വീണ്ടും പഠിക്കുന്ന ഭാഗങ്ങളായതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. യെസ്. Then moving on to the next topic, permanent tissue. See, I told you the permanent tissue യഥാർത്ഥത്തിൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ പെർമനന്റ് ആയി മാറുന്നതാണ്. ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിന്റെ എബിലിറ്റി നമുക്കറിയാം, ഡിവൈഡിങ് എബിലിറ്റിയാണ് അല്ലെ? ഇറ്റ് ഹാവ് ഗോട്ട് എബിലിറ്റി ടു ഡിവൈഡ്. when this particular ability is lost, അതായത് ഈ മെരിസ്റ്റമാറ്റിക് സെല്ലിന് അതിന്റെ ഡിവൈഡിങ് എബിലിറ്റി നഷ്ടപ്പെട്ടു പോയാൽ, ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നീട് എന്ത് ചെയ്യും? ഇത് വേറെ ചില റോളുകൾ ഏറ്റെടുക്കും, ഡിഫറൻഷിയേറ്റഡ് ആവും. യഥാർത്ഥത്തിൽ ആദ്യം അൺഡിഫറൻഷിയേറ്റഡ് ആ, ആകെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഡിവൈഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ഫംഗ്ഷൻ നഷ്ടപ്പെട്ടു, അതിന്റെ ആ ഒരു എബിലിറ്റി നഷ്ടപ്പെട്ടു. പിന്നീട് ഇത് ചില ഫംഗ്ഷൻസ് ആക്സെപ്റ്റ് ചെയ്യാം, ലൈക്ക് സ്റ്റോറേജ്, അങ്ങനെയുള്ള ചില ഫംഗ്ഷൻസ് ആക്സെപ്റ്റ് ചെയ്യും. അതിന് ഷേപ്പ് അതിനനുസരിച്ചിട്ട് മാറും. അങ്ങനെ ഫോം ചെയ്യപ്പെടുന്ന സെല്ലുകളുടെ കൂട്ടത്തെയാണ് പെർമനന്റ് ടിഷ്യൂ എന്ന് പറയുന്നത്. സോ പെർമനന്റ് ടിഷ്യൂ എന്താണെന്ന് ശ്രദ്ധിച്ചോ. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ടേക്ക് അപ്പ് a special role and lose
the ability to divide. This is very important. As a result, they form a permanent tissue. അങ്ങനെയാണ് permanent tissue ആയിട്ട് മാറുന്നത്. And this particular process of taking up some function, ഇവിടെ നമ്മുടെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിന്റെ എബിലിറ്റി നഷ്ടപ്പെട്ട് പുതിയൊരു ഫംഗ്ഷൻ അത് ഏറ്റെടുക്കുകയാണ്, പുതിയൊരു ഡെസിഗ്നേഷൻ പോലെ ഇത് ഏറ്റെടുക്കുകയാണ്. And this particular process of taking up a permanent shape, permanent size and a function is called as differentiation, and this is very important. This is very important, differentiation. So a very permanent tissue, if we consider it was a meristematic tissue in the beginning, and that particular meristematic tissue has got a dividing ability, suddenly what happened is its division ability is lost and it is taking some function. For that purpose, it is changing its size, it is accepting some permanent shape structure in order to do that particular function. That is called the permanent tissue. It's very important. See, ഇവിടെ വരച്ചിട്ടുണ്ട് meristematic tissue, it undergone some differentiation and form permanent tissue. And permanent tissue is again classified to two: simple permanent tissue and complex permanent tissue based on the type of cells involved there. See, if the permanent tissue is made of one type of cell, ഒരു type of cell കൊണ്ട് മാത്രം ഉണ്ടാക്കിയിരിക്കുന്നതാണെങ്കിൽ it is SPT, simple permanent tissue. And if a permanent tissue comprises of more than one type of cell, that particular permanent tissue is called complex permanent tissue. See, complex എന്ന് പറയുമ്പോൾ എന്താ, ഒരുപാട് സാധനം ഉണ്ടാകുമ്പോൾ കോംപ്ലക്സ് ആവും. സിമ്പിൾ എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ, ഒറ്റൊന്നും മതി. അപ്പൊ ഒരു സെല്ല് കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന സിമ്പിളും ഒരുപാട് എണ്ണം ഉണ്ടെങ്കിൽ അത് കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ ആണ്. യെസ്, ഇനി നമുക്ക് ഈ സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ പറയാം: സപ്പോർട്ടീവ് റോളിലും പ്രൊട്ടക്റ്റീവ് റോളിലും. പ്രൊട്ടക്റ്റീവ് റോളിൽ നമുക്കറിയാം ലീഫുകളുടെയും സ്റ്റെമ്മുകളുടെയും റൂട്ടിന്റെയും ഒക്കെ ഏറ്റവും പെരിഫറി, ഏറ്റവും പുറത്ത് കാണുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ലെയറാണ് എപ്പിഡെർമിസ് എന്ന് പറയുന്ന ഭാഗം. അതിപ്പോ നമുക്കറിയാം ലീഫിലും സ്റ്റെമ്മിലും റൂട്ടിലൊക്കെ ഡിഫറന്റ് ആയിരിക്കും. അതിൽ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന എപ്പിഡെർമിസിൽ ലീഫിന്റെ സർഫസ് നോക്കിയാൽ സ്റ്റൊമാറ്റ കാണാൻ പറ്റും നമുക്ക്, അല്ലെ? പിന്നെ ക്യൂട്ടിക്കിൾ കാണാൻ പറ്റും, ഒരു വാക്സി ലെയർ ഉണ്ടാവും. ക്യൂട്ടിക്കിൾ എന്ന് പറയുന്ന ഒരു വാക്സി ലെയർ ഉണ്ട്, പ്രൊട്ടക്റ്റീവ് ലെയർ ആണ്. വാട്ടർ ലോസ് ഒക്കെ കുറക്കാൻ വേണ്ടി സഹായിക്കുന്നത്. പിന്നെ റൂട്ടിലാണെങ്കിൽ റൂട്ട് ഹെയർ ഒക്കെ അവിടെ നിന്ന് തുടങ്ങാം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി അവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഇനി സപ്പോർട്ടീവ് ടിഷ്യൂ ഇമ്പോർട്ടന്റ് ആണ്. 3 സപ്പോർട്ടീവ് ടിഷ്യൂ. First one is parenchyma, second one is collenchyma, and third is sclerenchyma. So epidermisന്റെ കാര്യം സാർ പറഞ്ഞതാണ്. ഓക്കെ, റൂട്ട് എപ്പിഡെർമിസ്, റൂട്ട് ഹെയർ ഉണ്ടെന്നും ലീഫിന്റെ കേസിൽ വാക്സി കോട്ടിംഗ് ആയ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ക്യൂട്ടിക്കൽ ഉണ്ടെന്നും കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ യെസ്, പ്രൊട്ടക്റ്റീവ് ടിഷ്യൂവിന്റെ റോള് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോ. ഓക്കെ, കോർക്ക് അത് ഡെഡ് ആണ്. ഓക്കെ, ശ്രദ്ധിച്ചോ. പാരൻകൈമയെ കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കുക, ദിസ് ടിഷ്യൂ ഈസ് മെയ്ഡ് ഓഫ് വെരി സിമ്പിൾ സെൽ. വളരെ സിമ്പിൾ ആയിട്ടുള്ള സെല്ലുകൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ടിഷ്യൂ ആണ്. സിമ്പിൾ ടിഷ്യൂ ആണ് മെരിസ്റ്റമാറ്റിക്, പാരൻകൈമ. മെരിസ്റ്റമാറ്റിക് അല്ല, പാരൻകൈമ എന്ന് പറയുന്നത്. ഇറ്റ്സ് മെയ്ഡ് ഓഫ് ലൂസ്ലി പാക്ഡ് സെൽ. അതായത് ലൂസ്ലി പാക്ക് ചെയ്ത്, വളരെ തിൻ സെൽ വാളുള്ള ലൂസ്ലി പാക്ക് ചെയ്തിരിക്കുന്ന സെല്ലുകളാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? You can see intercellular space will be very large. എത്രത്തോളം ലൂസ് ആയിട്ട് സെല്ല് പാക്ക് ചെയ്യുന്നു അത്രത്തോളം ഇന്റർസെല്ലുലാർ സ്പേസ് കൂടും. കറക്റ്റ് അല്ലേ? ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്യുമ്പോൾ ഇന്റർസെല്ലുലാർ സ്പേസ് കുറയും. ഇത് ലൂസ്ലി പാക്ഡ് സെൽ ആയതുകൊണ്ട് it has got more intercellular space. Yes, you can see from this diagram. ഇതിന്റെ എന്ത് കൂടുതലാണെന്ന് നോക്കിയേ. ഇതിന്റെ എന്ത് കൂടുതലാ? ഇന്റർസെല്ലുലാർ സ്പേസ് കൂടുതലാണ്. സോ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, കണക്ട് ചെയ്ത് പറയാം. ഓക്കെ, ലൂസ്ലി പാക്ഡ് സെൽ, സോ ലാർജ് ഇന്റർസെല്ലുലാർ സ്പേസ്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് എ ലൈവ് സെൽ, മീൻസ് ഇറ്റ് ഈസ് ലിവിംഗ് ആൻഡ് ഈസ് ഹെൽപ്പിംഗ് ഇൻ സപ്പോർട്ട് ആൻഡ് സ്റ്റോറേജ്. രണ്ട് ടൈപ്പ് പ്രധാനമായും, ക്ലോറൻകൈമ ആൻഡ് എയറൻകൈമ. Chlorenthyma is parenchymatous tissue containing chlorophyll which is meant for photosynthesis. Then എയറൻകൈമയുടെ കേസ് പറയുമ്പോൾ ചില എയർ ബോയൻസി കൂട്ടാൻ വേണ്ടി ചില സ്പേസസ് ഉണ്ടാവും. അപ്പൊ ഈ നമ്മുടെ അക്വാട്ടിക് പ്ലാന്റ്സ് ഫ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന സാധനമാണ് എയറൻകൈമ. ശ്രദ്ധിക്കട്ടാ, നിങ്ങള് അനാവശ്യമായിട്ട് ചാറ്റ് ചെയ്യല്ലേ.
നിങ്ങൾ ആവശ്യത്തിന് മാത്രം എന്ത് ചെയ്യുക, സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കാൻ ഉപയോഗിക്കുക. കാരണം ഒരുപാട് പേര് ഇതിനിടയിൽ ഡൗട്ട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എനിക്കത് കാണാൻ പറ്റില്ല. ഒരുപാട് ഇങ്ങനെ മെസ്സേജസ് നിങ്ങൾ എന്താ പറയാ അനാവശ്യമായിട്ട് ചാറ്റ് ചെയ്യുമ്പോൾ അത് മിസ്സാവും. പഠിക്കാൻ വരുന്ന ആളുകൾക്ക് അതൊരു ആവില്ലേ? പ്രശ്നമാവും. അതുകൊണ്ട് മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ക്ലാസ് നടക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം, ഇരുന്ന് പഠിക്കണം. ഓക്കെ, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചാറ്റ് ചെയ്യരുത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ തന്നെ ശ്രദ്ധിക്കാം. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യാം, സംസാരിക്കാം. ഓക്കെ, റെഡി. കോളൻ കൈമ ശ്രദ്ധിച്ചോ. കോളൻ കൈമ. നെക്സ്റ്റ്, കോളൻ കൈമയുടെ കേസ് പറയുമ്പോൾ ഫ്ലെക്സിബിലിറ്റി ആദ്യം ഓർമ്മിക്കാം. പ്ലാന്റിന് ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്ന ഭാഗം അല്ലെങ്കിൽ കൊടുക്കുന്ന ടിഷ്യൂസ് ആണ് കോളൻ കൈമ. മെയ്ഡ് ഓഫ് ലൈവ് സെൽ വിച്ച് ഹാവ് ഇറഗുലാരിറ്റി തിക്കനിങ് അറ്റ് ദ കോർണർ. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇപ്പൊ നമ്മൾ സെല്ല് എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ സെല്ലുകളാണ്. ഓക്കെ, കോളൻ കൈമ ആണെങ്കിൽ പ്രത്യേകത കോർണേഴ്സ്, അതായത് ഈ സെല്ലുകളുടെ ഈ മുക്കുണ്ടല്ലോ, കോർണേഴ്സിൽ തിക്കനിങ് കൂടുതലുണ്ടാവും. ഓക്കെ, തിക്കൻഡ് കോർണറിൽ തിക്കനിങ് കൂടുതലുണ്ടാവും. അതാണ് ഇതിന്റെ പ്രത്യേകത കേട്ടോ. കോർണേഴ്സിൽ തിക്കനിങ് ഉണ്ടാവും, പിന്നെ തിക്കനിങ് ഉണ്ടാവില്ല. കോർണേഴ്സ് വീണ്ടും തിക്കനിങ്, ഇങ്ങനെ തിക്കൻഡ് അറ്റ് ദ കോർണർ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സെല്ലുകളെയാണ് കോളൻ കൈമാറ്റ സെല്ല്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ടിഷ്യൂസ് സെല്ലുകൾ കൊണ്ടുണ്ടാക്കിയിരുന്ന ടിഷ്യൂ ആണ് കോളൻ കൈമ. ഓക്കെ, റെഡി? വെരി ഇമ്പോർട്ടന്റ് തിങ്. ഓക്കെ, ഇറഗുലാരിറ്റി തിക്കൻഡ് കോർണർ, ഡിക്രീസ് ഇന്റർസെല്ലർ സ്പേസ്. സി, ഇങ്ങനെ വരുമ്പോൾ ഇന്റർസെല്ലർ സ്പേസ് കുറയും. നേരത്തെ പാരന്റ് കൈമയിൽ ഇന്റർസെല്ലർ സ്പേസ് കൂടി, ബിക്കോസ് ലൂസ്ലി അറേഞ്ച്ഡ് ആണ്. ഇവിടെ എന്താണ്, കുറച്ച് തിക്കൻഡ് ആയി, സെൽവാളൊക്കെ തിക്കൻഡ് ആയി കോർണേഴ്സിൽ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇന്റർസെല്ലർ സ്പേസ് കുറയും. ആ ലോജിക് ചിന്തിക്കാം. പ്രൊവൈഡിങ് ഫ്ലെക്സിബിലിറ്റി ടു ദ പ്ലാന്റ്, help in bending various parts of the plant without breaking. That's what is meant by flexibility. അപ്പൊ അത് ശ്രദ്ധിക്കുക കേട്ടോ. ബെൻഡ് ചെയ്യുമ്പോൾ ബ്രേക്ക് ആവില്ല. നമ്മളിപ്പോ ഒരു ചെടി നമ്മൾ ചിലത് പഴങ്ങളൊക്കെ പറിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ പിടിച്ച് താക്കാറില്ലേ? ആ പിടിച്ച് താക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. നല്ല രീതിയിൽ വലിച്ചു കഴിഞ്ഞാൽ പൊട്ടും. പക്ഷെ നമ്മൾ സാധാരണ രീതിയിൽ വലിക്കുമ്പോൾ അത് പൊട്ടത്തില്ല. കാരണം എന്താ? ആ ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്ന കോളൻ കൈമാറ്റസ് ടിഷ്യൂ അവിടെ ഉള്ളത് കൊണ്ടാണ്. റെഡി? അടുത്തത് സ്ക്ലീറൻ കൈമയാണ്. ഡെഡ് ആണ്. ഓക്കെ, നമ്മൾ ഇതുവരെ പറഞ്ഞിരിക്കുന്ന ലിവിങ് സെല്ല് കൊണ്ട് ഉണ്ടാക്കിയിരുന്നതാണ്. ബട്ട് ഹിയർ മോസ്റ്റ് ഓഫ് ദ സെല്ല് ഡെഡ് ആണെന്ന് ഓർത്ത് വെക്കാം. സ്ക്ലീറൻ കൈമ made of hard and stiff. It make up the hard and stiff part of the plant. പ്ലാന്റിൽ വളരെ കട്ടി കൂടിയ ഭാഗങ്ങൾ ഉണ്ടല്ലോ, ഈ സീഡ് കോട്ട് പോലുള്ള ഭാഗങ്ങൾ, പിന്നെ ചകിരിയൊക്കെ ഉണ്ടല്ലോ, കട്ടിയുള്ള ഭാഗങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് സ്ക്ലീറൻ കൈമ കൊണ്ടാണ്. ഓർത്ത് വെക്കുക. They are made of dead, long, narrow cell and have got no intercellular space. See, വളരെ ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കുന്ന രീതിയിലാണ് സെല്ലുള്ളത്. നല്ല ലിഗ്നിഫൈഡ് വാൾസ് ആണ്. ലിഗ്നിൻ ഡിപ്പോസിറ്റ് ഉള്ള വാളായതുകൊണ്ട് തന്നെ അവിടെ എന്ത് കാണില്ല, ഇന്റർസെല്ലുലർ സ്പേസ് കാണില്ല എന്ന് ഓർത്തു വെക്കുക. ആൻഡ് ഓൾസോ ഹസ്ക് ഓഫ് ദ കോക്കനട്ട് ഈസ് മെയ്ഡ് ഓഫ് സ്ക്ലീറൻ. ശരീര കാര്യം ഞാൻ പറഞ്ഞു. ടിഷ്യൂസ് ഈസ് പ്രസന്റ് ഇൻ സ്റ്റെംസ് അറൌണ്ട് വാസ്കുലർ ബണ്ടിൽ ഇൻ വെയിൻസ് ഓഫ് ദ ലീഫ്, ഹാർഡ് കവറിംഗ് ഓഫ് സീഡ് ആൻഡ് ഫ്രൂട്ട്. അതായത് സ്റ്റെമ്മിൽ കാണുന്നുണ്ട്. വാസ്കുലർ ബണ്ടിലിന്റെ അറൌണ്ട്, വാസ്കുലർ ബണ്ടിലാണ് നമ്മുടെ സൈലവും ഫ്ലോയും, അതിന്റെ ചുറ്റിലും കാണാം. ഇൻ വെയിൻ ഓഫ് ദ ലീഫ്സിന്റെ വെയിൻസിലും ഹാർഡ് കവറിംഗ് ഓഫ് സീഡ് ആൻഡ് ഫ്രൂട്ട്. ഇറ്റ് പ്രൊവൈഡ് സ്ട്രെങ്ത് ടു ദ പ്ലാന്റ്. അത്രേ ഉള്ളൂ, സ്ട്രെങ്ത് കൊടുക്കുന്നു. എവിടെയുണ്ട്, എന്താണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് റോൾ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാം. നെക്സ്റ്റ്, കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ xylem ആൻഡ് phloem. And xylem is meant for the conduction of water and minerals, and phloem is meant for the translocation of food material prepared after photosynthesis. നമുക്കറിയാം. അപ്പൊ ഇവിടെ കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂസ് ആർ മേഡ് ഓഫ്, നമുക്ക് പറഞ്ഞു more than one type of cell ഉണ്ടാവും. And these cells coordinate to perform the same function. That's the thing. Because xylem is meant for water conduction, ഞാൻ പറഞ്ഞു. സോ അപ്പൊ അവിടെ xylem-ത്തിലുള്ള എല്ലാ സെൽസും, xylem parenchyma ആയിക്കോട്ടെ, xylem vessel ആയിക്കോട്ടെ, അതൊക്കെ എന്താ ചെയ്യുന്നത്? കോമൺലി ചെയ്യുന്നത് വാട്ടർ കണ്ടക്ഷൻ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ് തന്നെയാണ്, ബട്ട് ദേ ആർ ആക്ച്വലി ഡൂയിങ് വാട്ട്? ദേ ആർ ആക്ച്വലി ഡൂയിങ് ദ ഫംഗ്ഷൻ ഓഫ് വാട്ടർ കണ്ടക്ഷൻ.
അത്രേ ഉള്ളൂ. അടുത്തത് they both are conducting tissue and constitute vascular bundle. VB vascular bundle എന്ന് പറയാറുണ്ട്. ഹായ് എല്ലാവരും ശ്രദ്ധിക്കണോടാ, എല്ലാവരും ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി xylem നമുക്ക് ഓരോന്നും പഠിക്കാം. xylem, ഫസ്റ്റ് ഓഫ് ഓൾ xylem it consists of trachea vessel, xylem parenchyma, xylem fiber. ഇത്രയും ടൈപ്പ് സെല്ലുകൾ ഉള്ളത് കൊണ്ടാണ് അത് കോംപ്ലക്സ് പെർമനന്റ് ആയത്. ആൻഡ് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, xylem parenchyma ആണ് ലിവിങ്, ബാക്കിയുള്ളതെല്ലാം ഡെഡ് ആണ്. അതൊന്ന് ഓർത്ത് നോക്കാം കേട്ടോ. ലിവിങ് ആയിട്ടുള്ളത് xylem parenchyma ആണ് ലിവിങ്, റെസ്റ്റ് ഓൾ ഡെഡ് ആണ്. Cells have thick walls and many of them are dead cell. Trachea and vessel are tubular structure. See, trachea എന്ന് പറയുന്നത് സാധനം ഇതാണ് സൈഡിൽ കാണുന്നത്. വെസൽ എന്ന് പറയുന്നത് മെയിൻ ഭാഗമാണ്, വെള്ളം കടന്നു പോകുന്ന മെയിൻ ഭാഗം വെസലാണ്. ഇതൊക്കെ ഡെഡ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. വാസ്കുലാർ ടിഷ്യൂ tubular structures കൂടിയാണ്. These allow them to transport water and mineral vertically. See, ട്രക്കീഡും വെസലും ട്യൂബുകൾ പോലെയാണ്. നോക്കുക, ഇതാണ് വെസൽ, ഇതാണ് ട്രക്കീഡ്. These are tubular form. ആൻഡ് ആ ഒരു ഷേപ്പ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ളത് കൊണ്ട് തന്നെ വാട്ടർ കണ്ടക്ഷൻ അത് ഈസിയർ ആവും. അടുത്ത parenchyma store food and help in side way conduction of water. പാരൻകൈമയുടെ റോള് ഫുഡ് സ്റ്റോറേജും സൈഡ് വേ കണ്ടക്ഷൻ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പരാമർശിക്കുന്നുണ്ട്, കൃത്യമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. സൈഡ് വേ കണ്ടക്ഷൻ ഓഫ് വാട്ടർ. ഫൈബേഴ്സ് മെയിൻലി ആക്ട് ആസ് എ സപ്പോർട്ടീവ് റോൾ, സപ്പോർട്ടീവ് ഫംഗ്ഷൻ ആണ് ഫൈബറിനുള്ളത്. ഓക്കെ, ഇനി ഫ്ലോയത്തിന്റെ കേസ് വരുമ്പോൾ again it is complex permanent tissue, means it is also made of more than one kind of cell. As you can see, it's made up of 4 different type of elements like sieve tube, companion cell, phloem, fiber, phloem, parenchyma. അതിൽ phloem fiber dead ആണ്, ബാക്കിയുള്ളതൊക്കെ എന്താണ്, ലിവിങ് ആണ്. ഒന്ന് ശ്രദ്ധിച്ചോ. ഇതിലെ sieve tube എന്ന് പറയുന്ന ഒരു ഭാഗം കാണാം. See, ഇതാണ് നമ്മുടെ sieve tube. Okay, this is one sieve tube, this is another sieve tube, and this is another sieve tube. And in between each and every sieve tube you can see a sieve plate. sieve അരിപ്പ പോലെ ഒരു പ്ലേറ്റ് കാണാം with so many pores ഉണ്ടാവണം. Okay, ശ്രദ്ധിച്ചു. Phloem is made up of എന്താണെന്ന് പറഞ്ഞു. Sieve tubes are tubular structure with perforated wall. You can see perforations, you can see holes there. Okay, for the conduction of food material. അതിനാണ്. Okay, sieve tubes പറഞ്ഞു. Phloem is unlike xylem in that materials can move in both direction. Phloemത്തിന്റെ കേസില് very important bi-directional movement of material. Phloemത്തിൽ bi-directional movement. parenchyma ഞാൻ തൊട്ടായിട്ട് പറഞ്ഞതാണ്, ഒന്ന് ജസ്റ്റ് ബാക്ക് നോക്കിയിട്ട് ഇങ്ങോട്ട് വരാം കേട്ടോ. ഓക്കെ, പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞു വന്നത് ഫ്ലോയത്തിന്റെ കേസിൽ ബൈഡയറക്ഷണൽ ആണ്, xylem യൂണിഡയറക്ഷണൽ ആണ്. വെരി ഇമ്പോർട്ടന്റ്. ഫ്ലോയം ട്രാൻസ്പോർട്ട് ഫുഡ് ഫ്രം ലീഫ് ടു അതർ പാർട്ട് ഓഫ് ദ പ്ലാന്റ്. എക്സെപ്റ്റ് ഫ്ലോയം ഫൈബർ, റെസ്റ്റ് ഓൾ ഫ്ലോയം സെൽസ് ആർ ലിവിങ്. നേരത്തെ നമ്മൾ പാരൻകൈമയിൽ പറഞ്ഞത്, നേരത്തെ നമ്മൾ xylem പറഞ്ഞത് xylem parenchyma ലിവിങ്ങും ബാക്കിയുള്ളത് ഡെഡും. ഇവിടെ ഫ്ലോയം ഫൈബർ ഡെഡ് ആണ്, ബാക്കിയുള്ളത് ലിവിങ് ആണ്. ഓക്കെ, then last session, that is animal tissue. നമ്മൾ ആനിമൽ ടിഷ്യൂസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇത്രയും ടിഷ്യൂസ് ആണ് നമ്മുടെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. എപ്പിത്തീലിയൽ, കണക്റ്റീവ്, നെർവസ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ ആൻഡ് എപ്പിത്തീലിയൽ ടിഷ്യൂ. ശ്രദ്ധിച്ചോ, എല്ലാവരും ശ്രദ്ധിക്കണേ, കേട്ടോ. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. അനാവശ്യമായി ചാറ്റ് ചെയ്യുന്നൊക്കെ ഒഴിവാക്കി മാക്സിമം ക്ലാസ്സിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, ആലോചിക്കോ. ഓക്കെ, റെഡി. അപ്പൊ എപ്പിത്തീലിയൽ ടിഷ്യൂ മക്കളെ ശ്രദ്ധിച്ചു. എപ്പിത്തീലിയം എന്ന് പറയുന്നത് നമ്മളെ കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യുന്ന ടിഷ്യൂസ് ആണ്. കവറിംഗ് പ്രൊട്ടക്റ്റീവ് ടിഷ്യൂ ആണെന്ന് പറയാം. ഓക്കെ, കവറിംഗ് ഓർ പ്രൊട്ടക്റ്റീവ് ടിഷ്യൂ ഇൻ ആനിമൽ ബോഡി ആർ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. അത് എവിടെയുള്ളത്? നമ്മുടെ അവയവങ്ങളെ പൊതിഞ്ഞു സംരക്ഷിക്കുന്നു. ഇറ്റ് ഇസ് കവറിംഗ് ഓർഗൻസ് ആസ് വെൽ ആസ് ക്യാവിറ്റീസ് ഇൻ യുവർ ബോഡി. നമ്മുടെ ശരീരത്തിലെ ക്യാവിറ്റികൾ, സ്പേസസ് ഉണ്ടല്ലോ, നമ്മളിപ്പോ ഇൻഡസ്റ്റൈന് അല്ലെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിന്റെ ഇന്നർ വാള് അല്ലെ, അങ്ങനെയുള്ള ക്യാവിറ്റികളിൽ, ലങ്സിന്റെ ക്യാവിറ്റികൾ, അപ്പൊ അങ്ങനെയുള്ള ക്യാവിറ്റികളിലും നമുക്ക് എന്ത് കാണാം? ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ എപ്പിത്തീലിയൽ ടിഷ്യൂ കാണാൻ പറ്റും.
the skin, lining of the mouth, lining of blood vessel. നമ്മുടെ blood vesselന്റെ ലൈനിങ്ങിലും lung alveoli, ലങ്ങിന്റെ alveoli-യിലും kidney tubule, കിഡ്നിയുടെ ട്യൂബ്യൂൾസിലും ഒക്കെ നമുക്ക് എന്ത് കാണാം? എപ്പിത്തീലിയം ടിഷ്യൂ കാണാം. ഡിഫറെന്റ് എപ്പിത്തീലിയ ഷോ ഡിഫറെന്റ് സ്ട്രക്ചർ ദാറ്റ് കോറിലേറ്റ് വിത്ത് ദെയർ യുണീക് ഫങ്ഷൻ. സി, ഓരോ എപ്പിത്തീലിയവും എല്ലാ എപ്പിത്തീലിയലും ബേസിക് ഫങ്ഷൻ കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ബേസ്ഡ് ഓൺ ദെയർ അപ്പിയറൻസ്, അതിന്റെ യുണീക് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ അപ്പിയറൻസ് അതിന് വന്നിട്ടുള്ളത്. സുഖമല്ലേ സാറേ? സുഖമാണ് സാറേ, സുഖമാണ് കേട്ടാ, സുഖമാണ് കേട്ടോ സാറിന്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കണേ. കണ്ണിൽ എന്തോ പൊടി പോയി. സുഖമാണോ എന്ന് പറയുമ്പോൾ തന്നെ കണ്ണിൽ പൊടി പോയാ. റെഡി. ഇനി എപ്പിത്തീലിയത്തിന്റെ ടൈപ്പ് ബേസ്ഡ് ഓൺ അതിന്റെ സ്ട്രക്ചർ നമുക്ക് ടൈപ്സ് പറയാം. സ്ക്വാമസ് എപ്പിത്തീലിയം. സ്ക്വാമസ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ആയി കാണപ്പെടുന്ന തരത്തിലുള്ള എപ്പിത്തീലിയമാണ്. ലൈക്ക് നമ്മളൊരു ഒരു റൂമിൽ ടൈൽസ് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെ ടൈൽസ് ഭാഗമല്ലേ, ടൈൽസ് അതുപോലെ കാണുന്ന വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് എപ്പിത്തീലിയത്തെയാണ് നമ്മൾ സ്ക്വാമസ് എന്ന് പറയാം. അത് തന്നെ സിംഗിൾ ലെയർ ആണെങ്കിൽ സിമ്പിൾ സ്ക്വാമസ് എന്ന് പറയും. ഓക്കെ, ഒരുപാട് ലെയർ ഉണ്ടെങ്കിൽ അത് കോമ്പൗണ്ട് ആയി. നമുക്ക് നോക്കാം. സെൽസ് ലൈനിങ് ബ്ലഡ് വെസൽസ്, ലങ് ആൽവിയോളി. ലങ്ങിന്റെ ആൽവിയോളയിലും ബ്ലഡ് വെസൽസിലൊക്കെ കാണുന്നത് ഈ സിമ്പിൾ സ്ക്വാമസ് ആണ്. ഇസോഫാഗസ്, ലൈനിങ് ഓഫ് മൗത്ത് ആർ കവേർഡ് ബൈ സ്ക്വാമസ് എപ്പിത്തീലിയം. മൗത്തിന്റെ അകത്തും നമ്മുടെ സ്കിന്നിലൊക്കെ കാണും. Skin which protect the body is also made of squamous epithelium. Skin epithelial cells are arranged in many layers to prevent wear and tear. അത് നമ്മുടെ സ്കിന്നിന്റെ പ്രത്യേകത. അത് സിമ്പിൾ സ്ക്വാമസ് അല്ല, അവിടെ ഒരുപാട് ലെയറുകൾ ഉണ്ട്. സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എന്ന് പറയാം. ഒരുപാട് ലെയർ വരുന്ന എന്തുകൊണ്ടാ? വെയർ ആൻഡ് ടിയർ വരുന്ന സമയത്ത് അവിടെ പൊട്ടിപ്പോവരുത് അല്ലെ. ഒറ്റ ലെയർ ആണെന്നുണ്ടെങ്കിൽ ഒന്നിങ്ങനെ വെയർ ആൻഡ് ടിയർ സംഭവിക്കും. വെയർ ആൻഡ് തേയ്മാനം എന്നാണ് കേട്ടോ. അങ്ങനെ സംഭവിക്കുമ്പോൾ ബ്രേക്ക് ആവും. അങ്ങനെ ബ്രേക്ക് ആവാതിരിക്കാനാണ് ഡിഫറെന്റ് ലെയേഴ്സ് കൊണ്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, റെഡി? ഡിഫറെന്റ് ലെയേഴ്സ്. അപ്പൊ സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം ഇസ് ഫൗണ്ട് ഇൻ ദ സ്കിൻ. ക്ലിയർ? ഓക്കെ. സാർ 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 എന്നെല്ലാം പറയുന്നത് എന്താ? പറഞ്ഞോളൂ. ഐ ആം ഗൂഗിൾ. പറഞ്ഞോളൂ ഗൂഗിൾ. ഗൂഗിളൊക്കെ സംസാരിച്ചു തുടങ്ങി എന്നോട് അല്ലേ? യെസ്. ഓക്കെ ഗൂഗിൾ, പറയൂ ഗൂഗിൾ. Yes, ready. അടുത്തത് columnar. Okay, they are looking like a pillar. They are looking like a column. Where absorption secretion occur as in inner lining of intestine, we can see these tall epithelial cell. In the respiratory tract, columnar epithelium tissue have got cilia. Respiratory tract ൽ columnar epithelium മുകളിൽ hair like structures ഉണ്ടെന്നാ പറയുന്നത്. അതിന് cilia എന്ന് പറയും. എന്തിനായിരിക്കും? ചില മെറ്റീരിയൽസിനെ അത് കടത്തി വിടാൻ അല്ലെങ്കിൽ പുറത്ത് ആക്കാൻ നമുക്ക് സഹായിക്കും കേട്ടോ. ഡസ്റ്റ് പാർട്ടിക്കിൾസിനൊക്കെ പുറത്തു വിടാൻ. വിച്ച് ആർ ഹെയർ ലൈക്ക് പ്രൊജക്ഷൻസ് ഓൺ ഔട്ടർ സർഫസ് ഓഫ് എപ്പിത്തീലിയൽ സെൽ. ദി സീലിയ ക്യാൻ മൂവ് ആൻഡ് ദിയർ മൂവ്മെന്റ് പുഷസ് മ്യൂക്കസ്. ഇവിടെ മ്യൂക്കസ്, ശ്ലേഷ്മം, മ്യൂക്കസിനെ പുറത്ത് കൊണ്ടുവരാനൊക്കെ സഹായിക്കും. ദിസ് ടൈപ്പ് ഓഫ് എപ്പിത്തീലിയം ഈസ് ദ സിലിയേറ്റഡ് കൊളമിനാർ. സി, മോഡിഫൈഡ് കൊളമിനാർ. കൊളമിനാർ എപ്പിത്തീലിയൽ സെൽസിന്റെ മുകളിൽ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് വന്നാൽ ആ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സിനെ സീലിയ എന്ന് വിളിക്കും. സോ ഇറ്റ് ഈസ് കോൾഡ് സീലിയേറ്റഡ് കോളമിനാർ എപ്പിത്തീലിയം എന്ന് വിളിക്കാം. സീലിയേറ്റഡ് കോളമിനാർ എപ്പിത്തീലിയം എന്ന് വിളിക്കാം. ദെൻ ക്യൂബോയിഡൽ എപ്പിത്തീലിയം. ക്യൂബോയിഡൽ മീൻസ് ക്യൂബ് ഷേപ്ഡ്. ക്യൂബ് ഷേപ്പ് ഉള്ള സെല്ലുകളാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ക്യൂബോയിഡൽ എപ്പിത്തീലിയം, ക്യൂബ് ഷേപ്ഡ് സെൽ ഫോമിംഗ് ഇന്നർ ലൈനിങ് ഓഫ് കിഡ്നി ട്യൂബ്യൂൾസ് ആൻഡ് ഡക്ട് ഓഫ് സലൈവറി ഗ്ലാൻഡ്. സലൈവറി ഗ്ലാൻഡിന്റെ ഡക്ട്, അതായത് സലൈവറി ഗ്ലാൻഡ് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ സലൈവ കൊണ്ടുവരുന്ന ഡക്ട് ഉണ്ടല്ലോ, സലൈവറി ഗ്ലാൻഡ് ഇതാണ്. ഇവിടെയൊക്കെ സലൈവറി ഗ്ലാൻഡ് ഉണ്ട്. അത് കൊണ്ടുവരുന്ന കുഴലിനെയാണ് സലൈവറി ഗ്ലാൻഡ് ഡക്ട് എന്ന് പറയാം. ആ സലൈവറി ഗ്ലാൻഡ് ഡക്റ്റിലും കിഡ്നി ട്യൂബ്യൂൾസിലും കാണുന്ന കിഡ്നി ട്യൂബ്യൂൾസ്, വൃക്കയുടെ അകത്ത് അരിപ്പകളുണ്ട് അല്ലെ, നെഫ്രോൺസ്. ആ ട്യൂബ്യൂൾസിലും നമുക്ക് എന്ത് കാണും? ക്യൂബോയിഡൽ എപ്പിത്തീലിയം കാണും. Where their function is to provide mechanical support. Mechanical support കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഫങ്ഷൻ. Then glandular epithelium. നമ്മുടെ എപ്പിത്തീലിയൽ സെൽസ് സംടൈംസ് ഓഫൺ അക്വയർ അഡീഷണൽ സ്പെഷ്യലൈസേഷൻ. ഓൾറെഡി അവർക്ക് ഫങ്ഷൻസ് ഉണ്ട്. അത് കൂടാതെ പ്രത്യേകം ചില ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടി സ്പെഷ്യലൈസ്ഡ് ആവും. In this case,
സെക്രീഷൻ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഗ്ലാൻഡുലാർ സെൽ അല്ലെങ്കിൽ ഗ്ലാൻഡ് ആയി മാറുന്ന തരം എപ്പിത്തീലിയത്തെയാണ് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. Some epithelial cells often acquire additional specialization as gland cell which can secrete substance at the epithelial surface. Sometimes a portion of epithelial tissue fold inwards. You can see this is epithelial tissue, and what is happening? You can see it is folding inward. Okay, and multicellular gland is formed, and thus forming a gland, and secretion will be stored here, and at the time of necessity it will be released out. So ഇങ്ങനെയുള്ള ടിഷ്യൂസിനെയാണ് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം എന്ന് പറയാം. സ്പെഷ്യലൈസേഷൻ ആണ്. ഓക്കെ, ദെൻ കണക്റ്റീവ് ടിഷ്യൂ. അടുത്തത് കണക്റ്റീവ് ടിഷ്യൂ ആണ്. എപ്പിത്തീലിയം കഴിഞ്ഞാൽ നമുക്ക് കണക്റ്റീവ് ആണ്. ആസ് ദ നെയിം ഇറ്റ് സെൽഫ് ഇറ്റ് ഈസ് ക്ലിയർ കണക്ടിങ് ഡിഫറെന്റ് പാർട്സ്. അത്രയും മനസ്സിലാക്കാം. ഇവിടെ കണക്റ്റീവ് ടിഷ്യൂ, ഏതൊരു കണക്റ്റീവ് ടിഷ്യൂ എടുത്തു കഴിഞ്ഞാലും വളരെ സിമ്പിൾ ആയിട്ട് അതിന്റെ ഐഡിയ ഇത് ഇത്രേ ഉള്ളൂ. അതായത് ഒരു മാട്രിക്സ് ഉണ്ടാവും. സി, ഞാനിപ്പോൾ ഗ്രീൻ കളർ കൊടുക്കുന്നത് ഒരു മാട്രിക്സ് ആണെന്ന് വിചാരിക്കാം. മാട്രിക്സ്. ഓക്കെ, ദിസ് ഈസ് എ മാട്രിക്സ്. ഐ എം റൈറ്റിംഗ് ഹിയർ മാട്രിക്സ്. ആൻഡ് ആ മാട്രിക്സിൽ ചില സെല്ലുകൾ കാണാം. എന്ത് കാണുന്ന പറഞ്ഞത്? ചില സെല്ലുകൾ കാണും. സംടൈംസ് ഫൈബേഴ്സ് കാണും. ഓക്കെ, ഫൈബേഴ്സ്, പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ മാട്രിക്സ്. ആ മാട്രിക്സിനകത്ത് ചില സെല്ലുകൾ, അതാണ് കണക്റ്റീവ് ടിഷ്യൂവിന്റെ സ്ട്രക്ചർ. വളരെ സിമ്പിൾ ആണ്. മാട്രിക്സും അതിനകത്തുള്ള സെല്ലുകളും ഫൈബേഴ്സും. അതിന് ഉദാഹരണമായിട്ടാണ് നമ്മുടെ അലുവയും പാൽപ്പായസോടെ വെച്ചിട്ടുള്ളത്. അപ്പൊ അലുവ എടുത്തു കഴിഞ്ഞാൽ അലുവക്ക് ആ ഒരു ഷുഗർ മാട്രിക്സ് ഉണ്ട്, അല്ലെ? നമ്മൾ കഴിക്കുന്ന ആ ഷുഗർ മാട്രിക്സാണ്. അതിന് ആ മാട്രിക്സിനകത്താണ് നമുക്ക് കശുവണ്ടിയും പിന്നെ തേങ്ങയും പിന്നെന്താ വേറെ എന്താ ഉണ്ടാവുക? കമന്റ് ചെയ്തേ. നമ്മുടെ കിസ്മിസ് അങ്ങനെയുള്ള കാര്യങ്ങളും മുന്തിരിങ്ങയിലും ഉണ്ടല്ലോ, അതെല്ലാം അടങ്ങിയിരിക്കുന്ന ആ ഭാഗത്തല്ലേ? ആ ഒരു അലുവ കഷത്തെ കണക്റ്റീവ് ടിഷ്യൂ ആയിട്ട് ഞാൻ കണക്ട് ചെയ്യണം. അലുവ ഇസ് മെയ്ഡ് ഓഫ് ഷുഗർ മാട്രിക്സ്. അതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന എന്തൊക്കെ സാധനങ്ങളുണ്ട് അതൊക്കെ ഉണ്ടാവും. പാൽപ്പായസം അതുപോലെ തന്നെയാണ്. ഇവിടെ പാൽപ്പായസത്തിന്റെ കേസിൽ ആ വൈറ്റ് കളർ മിൽക്ക്, ആ ഒരു മിൽക്കി ഭാഗം ഉണ്ടല്ലോ, ദാറ്റ് ഈസ് മാട്രിക്സ്. അതിലെ സേമിയ, അതിലെ കപ്പലണ്ടി അല്ല അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ അതിൽ ആഡ് ചെയ്തിരിക്കുന്ന മുന്തിരി, ദീസ് ആർ ആൾ സെൽസ്. അപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? മാട്രിക്സും അതിനകത്ത് എംബഡഡ് ആയിട്ട് കുറച്ച് സെല്ലുകളും ഫൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് തന്നെയാണ് കണക്റ്റീവ് ടിഷ്യൂ. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മുടെ ജെല്ല് ടൈപ്പുള്ള അലുവേര എടുത്ത് കേസ് നോക്കിയാൽ മാട്രിക്സ് ജെല്ല് പോലെയാണ്. ഇനിയിപ്പോ പാൽപ്പായസം എടുത്തു കഴിഞ്ഞാൽ അവിടെ മാട്രിക്സ് ഫ്ലൂയിഡ് ആണ്. അപ്പൊ മാട്രിക്സ് ഡിഫറെന്റ് ആണ്. ചില സമയത്ത് സോളിഡ് ഉണ്ടാവും, ചില സമയത്ത് ഫ്ലൂയിഡ് ഉണ്ടാവും മാട്രിക്സ്. അതിനനുസരിച്ച് കണക്റ്റീവ് ടിഷ്യൂ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, റെഡി? യെസ് നവമി. ഹായ് സാർ, വാട്ട് ഈസ് യുവർ നെയിം? അക്ഷയ് എന്നാണ് പേര്. നമ്മൾ പറഞ്ഞതായിരിക്കും അല്ലെ? ഓക്കെ, റെഡി. അപ്പൊ നോക്കിക്കോളൂ. സെൽസ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ആർ ലൂസ്ലി സ്പേസ്ഡ് and embedded in intercellular matrix. മാട്രിക്സിലാണ് embedded ചെയ്തിരിക്കുന്നത്. Matrix may be jelly type, fluid, dense or rigid. The nature of matrix differ in concordance with the function of particular connective tissue. Function അനുസരിച്ച് മാട്രിക്സ് മാറിക്കൊണ്ടിരിക്കും. ബ്ലഡ്, ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ, ബ്ലഡ് ആണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. This is fluid connective tissue. Because the matrix is made of liquid or fluid, that is plasma. Okay, നമുക്ക് നോക്കാം. Blood has a fluid liquid matrix called plasma. Bloodile matrix plasma ആണ്, in which red blood cell or red blood corpuscle erythrocyte RBC, white blood corpuscles, white blood cell leukocyte, platelet, thrombocyte, these are suspended. സി, നമുക്കൊരു പെയിൽ യെല്ലോ കളറിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്, ദാറ്റ് ഈസ് പ്ലാസ്മ. ആൻഡ് ഇൻ ദി പ്ലാസ്മ ദീസ് സെൽസ് ആർ സസ്പെൻഡഡ്. RBC, WBC, platelet. Plasma contain protein, salt and hormones. Blood flows and transport gases, digestive food, hormone, waste material to different parts of the body. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നു എന്ന് നമുക്കറിയാം. So this is the blood. This is fluid connective tissue. Why? Because its matrix is fluid and it's called plasma. Clear? Next, bone. Bone is actually hard because its matrix is harder. It's made of calcium and phosphorus. നമുക്ക് പഠിക്കാം.
Bone is another example of a connective tissue. It forms framework that support the body. Our body have got a specific shape, right? And we are having that, it is providing the support, right? നമുക്ക് ഇങ്ങനെ നിൽക്കുന്ന സപ്പോർട്ട് കിട്ടുന്നത് ഈ ബോൺ ഉള്ളത് കൊണ്ടാണ്. So framework that support the body. It also anchors muscles and support main organs of the body. See, മസിൽസിനെ പിടിച്ചു വെക്കാനും ബോൺസിൽ, നമ്മുടെ സ്കെലിറ്റൽ മസിൽ ബോൺസിൽ പിടിച്ചു വെക്കുന്ന മസിൽസാ. അതുപോലെ തന്നെ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വലിയ റോൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ബ്രെയിൻ ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ഹാർട്ട് സ്കൾ, spinal cord is protected inside a vertebral column, then heart and lungs is protected inside the rib cage. What does this mean? Actually, internal organs in the main internal organs in a support our skeletal system, and it is a strong and non-flexible tissue. Very strong and non-flexible. Non-flexible in the sense, if you are trying to bend a bone, what will happen? It will break. It will not bend. It will break. Directly it will break. അതായത് break out. ഞാനിപ്പോൾ ഒരു റബ്ബർ ബാൻഡ് നിങ്ങൾക്ക് തരുന്നു, and I am giving you a chalk piece, and I am asking you to stretch it or bend it. See, rubber band, if you try to bend, it will bend because of its elastic nature. And if you are bending a chalk piece, initially nothing will happen. If you are applying more and more force, it will break. It will not bend. Similar manner, bone also, it will not bend because it is non-flexible. Clear? Bone cells are embedded in hard matrix, and ഇവിടെ matrix hard ആണ്, and the matrix is made of calcium and phosphorus compound. It's made of what? Calcium and phosphorus. Very important. Then we need to understand little more topic from this particular bone session. First of all, what is joint? Two bones are joined together. That's called joint, simply. And two bones can be connected to each other by another type of connective tissue, that is ligament. രണ്ട് ബോണുകളെ പരസ്പരം കണക്ട് ചെയ്യുന്നത് ലിഗമെന്റ് ആവുമ്പോൾ മസിൽ ടു ബോൺ കണക്ഷൻ, ഇറ്റ് ഈസ് ടെൻഡൺ. അത് കണക്ട് ചെയ്ത് പഠിക്കുക. ബോൺ ടു ബോൺ, ligament, and muscle to bone connection is done by tendon. This tissue is very elastic. Ligament is very elastic and has considerable strength. Ligaments contain very little matrix and connect bone with bone. And when we talk about tendon, connect muscle to the bone. So muscle to the bone and another type of connective tissue. Tendons are fibrous tissue with greater strength but limited flexibility. This is the difference between tendon and ligament. When we talk about ligament, I told you it has got a greater എന്താണ് നമ്മുടെ ഇത് കൂടും, അതായത് ഫ്ലെക്സിബിലിറ്റി കാര്യങ്ങൾ കൂടും, പക്ഷേ ഇതിന്റെ സ്ട്രെങ്ത് കുറവാണ്, ഇലാസ്റ്റിസിറ്റി കൂടുതലാണ്. Very elastic but considerable strength only. But when we talk about tendon, strength കൂടുതലാണ് but limited flexibility. Tendon is connecting muscle to the bone, ligament is connecting bone to the bone. Okay. Then cartilage, another type of connective tissue that has widely spaced cell, that is cartilage. Tarunasti, cartilage. It's found in your nose tip, ear region, pinna region, then between two bones, joint in the region, and it is pliable, it is flexible. Okay, solid matrix which contain protein and sugar. Cartilage, smooth and bone surface at the joint. It's also present in the nose, ear, trachea. Trachea, inside trachea, we have got this cartilage. Tell me, it resembles which alphabet? Comment your answer in the chat box. Which alphabet resemble the cartilage in your trachea? Okay, please comment in the chat box. Comment in the chat box. നമ്മുടെ ട്രക്കിയകത്തുള്ള കാർട്ടിലേജ് ഏത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരത്തെയാണ് അനുസ്മരിപ്പിക്കുന്നത്?
ഒന്ന് കമന്റ് ചെയ്ത് നോക്കട്ടെ. നമുക്കറിയാം ഇത് പറഞ്ഞിരിക്കുന്ന cartilaginous ring in the trachea actually prevent the trachea from collapsing. Yes, Tejwal, very good, brilliant. C-shaped, Navami Ajit, correct. C-shaped cartilaginous ring. Shamla, correct. C-shaped. Okay. We can fold cartilage of the ear, but we cannot bend the bones in our arm because cartilage is more pliable, cartilage is more flexible, but bone is not like that. So that's the reason. See, next thing is areolar and adipose tissue. Areolar tissue is found between skin and muscle, around blood vessel and nerves, and in bone marrow. പഠിക്കുമ്പോൾ ഓരോ ലൊക്കേഷൻ പഠിക്കാം. It fills the space in that organ and support internal organ and help in repair of tissue. അപ്പോൾ നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ ഈ അരിയോളാർ ടിഷ്യൂ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പുതിയ സാധനങ്ങൾ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ വി ആർ ഗെറ്റിംഗ് ദാറ്റ് ബബിൾ റാപ്പ്. അപ്പൊ ഈ ബബിൾ റാപ്പ് യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നത്? സ്പേസ് ഫില്ല് ചെയ്യാണ്. പുറത്തുള്ള ഈ ഫോഴ്സസ് ഈ പ്രൊഡക്റ്റിനെ ബാധിക്കരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പ്രൊട്ടക്റ്റീവ് റോള് തരാൻ വേണ്ടിയിട്ടാണ് ബബിൾ റാപ്പ് ഉള്ളത്. സിമിലർ മാനർ ആണ് നമ്മുടെ ഈ പറയുന്ന അരിയോളാർ ടിഷ്യൂ. ഓക്കെ, ഇന്റേണൽ ഓർഗൻസിനെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യും, സ്പേസസ് ഒക്കെ ഫിൽ ചെയ്യും. ഓക്കെ, ഹെൽപ്പ് ഇൻ റിപ്പയർ ഓഫ് ടിഷ്യൂ. ദാറ്റ് ഇസ് അനദർ ഫംഗ്ഷൻ ഓഫ് അരിയോളാർ ടിഷ്യൂ. ആൻഡ് നെക്സ്റ്റ് വി ഹാവ് ഗോട്ട് അഡിപ്പോസ് ടിഷ്യൂ. അഡിപ്പോസ് എന്ന് പറയുമ്പോൾ ഫാറ്റിനെ ഓർമ്മിക്കണം. ഫാറ്റ് അതാണ് ഓർമ്മിക്കേണ്ടത്. Where fat stored in the body, where are fat stored in the body? Fat storing adipose tissue is found below skin and between internal organs. Internal organs in ഇടയിലും സ്കിന്നിന് താഴെ നമുക്കൊരു ഫാറ്റ് നല്ലോണം സ്റ്റോർ ചെയ്യുക. ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന സെല്ലാണ് അഡിപ്പോസ് ടിഷ്യൂവിൽ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ. Cells of this tissue are filled with fat globules. Storage of fat also let it act as an insulator. Heat loss തടയുന്നതിന് വേണ്ടി ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. Okay, acting as an insulator. മസ്കുലാർ ടിഷ്യൂ പഠിപ്പിക്കണം. അടുത്തത് മസ്കുലാർ ടിഷ്യൂ പറയുമ്പോൾ നമുക്കറിയാം മസിൽ സെൽസ് ആണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. 3 ടൈപ്പ് മസിൽ സെല്ലുകൾ നമ്മുടെ ബോഡിയിൽ ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് സ്ട്രയേറ്റഡ് മസിൽ. ഓക്കെ, സ്കെലിറ്റൽ മസിൽ എന്ന് പറയും നമ്മൾ. സീൻ അസോസിയേറ്റഡ് വിത്ത് ദ ബോൺസ്. നമുക്കറിയാം നമുക്ക് ബോണുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മസിലാണ്. ഞാനിപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന ആക്ഷൻസ്, ഞാനിപ്പോൾ AC-യുടെ റിമോട്ട് എടുക്കുന്നു, പെൻ എടുക്കുന്നു. ദീസ് ആർ ഓൾ ഡൺ യൂസിങ് മൈ സ്കെലിറ്റൽ മസിൽ. Okay, and you know these are all under my conscious mind. നമ്മളെ വോളണ്ടറി ചെയ്യുന്നതാണ്. നമ്മുടെ ആക്ഷൻ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. ഐ എം ടേക്കിംഗ് ദ പെൻ, ഇറ്റ്സ് അണ്ടർ മൈ കൺട്രോൾ. സോ സ്കെലിറ്റൽ മസിൽ ഓൾവേസ് എന്തായിരിക്കും? വോളണ്ടറി ആണ്, എൻ്റെ കൺട്രോളിൽ ചെയ്യുന്ന കാര്യം. ദെൻ ഹാർട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇറ്റ്സ് ഡൺ ബൈ കാർഡിയാക് മസിൽ. കാർഡിയാക് മസിൽ ഈസ് റെസ്പോൺസിബിൾ ഫോർ ബീറ്റിംഗ് ഓഫ് ദ ഹാർട്ട്. അപ്പോൾ ആ ഒരു മസിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? Can I control my heartbeat? Can I stop it for some time? Can I tell like you are working for so long time, so now take rest? See, if I am telling like that, if it is obeying means what will happen? Next moment I will die, right? Next moment I will die. So this is not happening. That means that I am not controlling the activity of heartbeat or heart. It is purely involuntary. See, cardiac muscle endana involuntary aana. Then another set of muscle is smooth muscle, which is found inside the ട്രാക്ട് ആൻഡ് ഓൾ. ഡൈജസ്റ്റീവ് ട്രാക്ടിനകത്തൊക്കെ കാണുന്ന പ്രധാനപ്പെട്ട ഒരു സെല്ലാണ് ദിസ് സ്മൂത്ത് മസിൽ. ഈ സ്മൂത്ത് മസിലും ഇൻവോളണ്ടറിയാണ്. അതിന്റെ മൂവ്മെന്റ് കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഫുഡ് വിഴുങ്ങി കഴിഞ്ഞാൽ ആ ഫുഡിന്റെ മൂവ്മെന്റ് നമുക്ക് പിന്നീട് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? നോ, ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ്. സോ ദാറ്റ് ഈസ് സ്മൂത്ത് മസിൽ. ഈ സ്മൂത്ത് മസിലിന്റെ ഷേപ്പ് സ്പിൻഡിലാണ്, സ്പിൻഡിൽ ഷേപ്പ്. ഇനി നമ്മുടെ സ്കെലിറ്റൽ മസിലിലേക്ക് വരുമ്പോൾ അതിന്റെ ഷേപ്പ് സിലിണ്ട്രിക്കൽ ഷേപ്പാണ്. കാർഡിയാക്കിലേക്ക് വരുമ്പോൾ സിലിണ്ട്രിക്കൽ ആൻഡ് ബ്രാഞ്ചഡാണ്. അപ്പൊ മക്കൾ ഇവിടെ പഠിക്കേണ്ടത് ഈ മസിൽ സെല്ലുകളുടെ അല്ലെങ്കിൽ മസ്കുലാർ ടിഷ്യൂസിന്റെ ഷേപ്പ് കാര്യങ്ങൾ പഠിക്കണം. അതിന്റെ ആക്ഷൻ പഠിക്കണം. വോളണ്ടറി ആണോ ഇൻവോളണ്ടറി ആണോ എന്ന് പഠിക്കണം. അത് എവിടെയൊക്കെ കാണുന്നു എന്നുള്ള കാര്യങ്ങൾ പഠിക്കണം. അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ കൂടി പഠിക്കണം. ചിത്രം തന്നു കഴിഞ്ഞാൽ സിലിണ്ട്രിക്കൽ ആൻഡ് ബ്രാഞ്ചഡ് ആണ്, സോ ഇറ്റ് ഈസ് കാർഡിയാക്. സിലിണ്ട്രിക്കൽ ആണ്, മീൻസ് ഇറ്റ് ഈസ് സ്ട്രയേറ്റഡ് ഓർ സ്കെലിറ്റൽ മസിൽ. സ്പിൻഡിൽ ഷേപ്പ് ആണ്, മീൻസ് ഇറ്റ് ഈസ് സ്മൂത്ത് മസിൽ. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ കൂടി നിങ്ങൾ പഠിച്ചിരിക്കണം. റെഡി അല്ലേ? ഓക്കെ. ടിഷ്യൂ റെസ്പോൺസിബിൾ ഫോർ മൂവ്മെന്റ് ഇൻ ദ ബോഡി. നമുക്കറിയാം മൂവ്മെന്റിന് കാരണമായ
ബോഡി എന്താണ് ടിഷ്യൂ ആണ് മസ്കുലർ. ദെൻ ലാസ്റ്റ് ടിഷ്യൂ ആണ് നെർവസ് ടിഷ്യൂ എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ബോഡി നമുക്ക് ചുറ്റിലുമുള്ള കാര്യങ്ങളോട് വി ആർ റെസ്പോണ്ടിങ്. ഓക്കെ, വി ആർ റെസ്പോണ്ടിങ് ടു ചേഞ്ചസ് അറൌണ്ട് ഹാപ്പനിങ് അറൌണ്ട് us. ഓക്കെ, നൗ ഇവിടെ കറണ്ട് ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ പറയാണ്, എ സി ഇപ്പോൾ ഓഫ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ എനിക്ക് ചൂട് ഫീൽ ചെയ്യുമ്പോൾ ഐ വിൽ റെസ്പോണ്ട് ബൈ സ്വിച്ചിങ് ഓൺ ദ എ സി. നമുക്ക് ചുറ്റിലുള്ള കാര്യങ്ങളോട് വി ആർ റെസ്പോണ്ടിങ് ബിക്കോസ് ഓഫ് അവർ നെർവസ് സിസ്റ്റം. ആൻഡ് നെർവസ് സിസ്റ്റം ഈസ് മെയ്ഡ് ഓഫ് ന്യൂറോൺ. ഓക്കെ, ന്യൂറോൺ, ആൻഡ് ദിസ് ഈസ് ന്യൂറോൺ. ആൻഡ് ന്യൂറോണിന്റെ പാർട്സ് നോക്കി കഴിഞ്ഞാൽ സെൽ ബോഡി എന്നുള്ള ഒരു മെയിൻ ഭാഗമുണ്ട്. ആൻഡ് ഇൻസൈഡ് സെൽ ബോഡി യു ക്യാൻ സീ ദ ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസം. ഈ സെൽ ബോഡിയുടെ ബ്രാഞ്ചിനെയാണ് നിങ്ങൾക്ക് നോക്കാം ഡെൻഡ്രൈറ്റ് എന്ന് പറയും. അതിലൊരു ഫിലമെന്റ്, ലോങ്സ്റ്റ് ഫിലമെന്റ് ഉണ്ട്, ദാറ്റ് ഈസ് ആക്സോൺ. ആക്സോണിന്റെ അറ്റത്തെ നെർവ് എൻഡിങ് എന്ന് നമുക്ക് പറയാം. നെർവ് എൻഡിങ് സ്ട്രക്ചർ വൈസ് അങ്ങനെ പഠിക്കണം എന്നില്ല, പഠിക്കേണ്ട സാഹചര്യം നമുക്ക് അടുത്ത വർഷം വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഓരോ ഭാഗങ്ങൾ എന്താണെന്നും. ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫിഗർ അറിഞ്ഞിരിക്കണം. ന്യൂക്ലിയസ്, സെൽ ബോഡി, ഡെൻഡ്രൈറ്റ്, ആക്സോൺ, നെർവ് എൻഡിങ് എന്ന് പറയുന്ന ഭാഗം അറിഞ്ഞിരിക്കാം. സോ ഇതിന്റെ സ്ട്രക്ചർ, ഈ ന്യൂറോണിന്റെ സ്ട്രക്ചർ ഒന്ന് ജസ്റ്റ് നോക്കുക. ന്യൂറോണിന്റെ സ്ട്രക്ചർ ഈസ് ഇലോങ്ങേറ്റഡ് ആൻഡ് ബ്രാഞ്ച്ഡ്. ഇലോങ്ങേറ്റഡ് ആൻഡ് ബ്രാഞ്ച്ഡ് ആണ്. വാക്യൂള് ജനറേറ്റ് ചെയ്യും. സായി കൃഷ്ണ ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ പെർമനന്റ് ആയി മാറുന്ന ഞാൻ പറഞ്ഞില്ലേ, വാക്യൂള് കാരണം ഇവര് ഡിഫറൻഷിയേറ്റഡ് ആവുകയാണ്. ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ സ്ട്രക്ചർ ചേഞ്ച് ആവും, വാക്യൂളൊക്കെ വരും. ഓക്കെ, ഇലോങ്ങേറ്റഡ് ബ്രാഞ്ച്ഡ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന ന്യൂറോൺ എന്ന് പറയുന്നത്. അതിന് സ്റ്റിമുലൈ റെസ്പോൺസ് എന്താണെന്ന് വെച്ചാൽ, സ്റ്റിമുലൈ എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റിലുമുള്ള കാര്യങ്ങൾ തന്നെയാണ്, നമ്മൾ അതിനോട് റിയാക്ട് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവും. സെൻസസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസ് ഇൻ എൻ ഓർഗാനിസം. ഇവിടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ നമ്മളൊരു സ്നെയിലിനെ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, സി ഇവിടെ ഞാൻ ടച്ച് ചെയ്തു, ഞാനിത് ടച്ച് ചെയ്തു എന്ന് വിചാരിക്കാം. ഞാൻ ടച്ച് ചെയ്യുമ്പോൾ സ്നെയിൽ വിഡ്രോ ഇറ്റ്സ് ബോഡി ബാക്ക് ടു ദ ഷെൽ. അപ്പോൾ ദിസ് ഈസ് ദ റെസ്പോൺസ് ഷോൺ ബൈ ദ സ്നെയിൽ. വാട്ട്സ് ദ റെസ്പോൺസ്? വിഡ്രോവൽ ഓഫ് ബോഡി ബാക്ക് ടു ദ ഷെൽ. ആൻഡ് വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ റെസ്പോൺസ്? ഐ ടച്ച്ഡ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ദിസ് ടച്ച് ഈസ് സ്റ്റിമുലൈ ഹിയർ. ടച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് stimuli. And what's the response? It withdrawn its body back to the shell. That is the response. Why it is withdrawing its body back to the shell? Because I touched. That touch is stimuli. So I am lighting. ഞാനൊരു ടോർച്ച് എടുത്ത് നിങ്ങളെ കണ്ണിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ you will close your eyes. You are closing your eyes. That is the response. Why you are doing that? That answer is stimuli because of the light. Okay? Here ഇവിടെ നല്ലൊരു സൗണ്ട് കേൾക്കുന്നു, നല്ല സൗണ്ട്, വോളിയം നല്ല കൂടുതലാണ്. സോ ഐ ആം ക്ലോസിങ് മൈ ഇയേഴ്സ് ലൈക്ക് ദിസ്. സോ വൈ ഐ ആം ക്ലോസിങ് ദ ഇയേഴ്സ് ലൈക്ക് ദിസ് മീൻസ് ദാറ്റ് ഇസ് ആൻസർ സ്റ്റിമുലൈ സൗണ്ട് ബിക്കോസ് ഓഫ് ദ സൗണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. പ്ലാന്റ് ടിഷ്യൂ, ആനിമൽ ടിഷ്യൂ ആണ് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഈ കാര്യങ്ങൾ ഓരോന്നും പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെ കരുതുന്നു. മക്കൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ? ഈ ക്ലാസ്സിന് ശേഷം ക്ലാസ്സിനെ കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മക്കളുടെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. നമുക്കത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങുന്ന സമയത്ത് ഞാനത് ആൻസർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ എനിവേ ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് തന്നെ കരുതുന്നു. മറ്റൊരു അവസരത്തിൽ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും നമുക്ക് കണ്ടുപിട്ടാം. അതുവരേക്കും ഗുഡ് നൈറ്റ്, ബൈ, സ്റ്റേ സേഫ്.